ഇതൊരു പാനൽ ചർച്ചയാണ്. വിഷയം പറഞ്ഞല്ലോ, ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ഇന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ കൂടുന്നതും സംസാരിക്കുന്നതും വ്യക്തികളുടെ അഭിപ്രായവും സംഘടനയുടെ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. അത് ഹിന്ദുവല്ല ഏതെങ്കിലും രീതിയിൽ മതവൽക്കരിക്കപ്പെട്ടാൽ നമ്മുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിങ്ങളുടെ മനസ്സൊന്ന് പോയാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകൾ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പാനൽ ചർച്ചയ്ക്ക് നിയമവിദഗ്ധർ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അടിസ്ഥാനപരമായ നിയമസാക്ഷരതയിൽ നോക്കുമ്പോൾ തന്നെ ഭരണഘടനയുടെ പ്രത്യേകിച്ച് ചെറിയ ആർട്ടിക്കിൾ, അതിൽ വ്യക്തികൾക്കുള്ള എല്ലാ പൗരന്മാർക്കുള്ള സമത്വം, മതത്തിൻ്റെ സ്വാതന്ത്ര്യം, നിയമത്തിൻ്റെ മുന്നിൽ തുല്യർ എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു തോന്നൽ വരുന്നത്, ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? അപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് വിചാരിച്ചാൽ എല്ലാം നടക്കുമോ എന്നുള്ള ഭയം നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്തകരായ ഈ സ്വതന്ത്ര അഭിപ്രായം പറയാൻ കഴിയുന്ന ആൾക്കാർക്ക് ആ ഭയം നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നത്. ഈ ചർച്ചയ്ക്ക് ആദ്യം നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ വ്യക്തമായ അഭിപ്രായം പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അത് ആദ്യം എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി സുപ്രീം കോടതി അഡ്വക്കേറ്റും മീഡിയയിലേക്ക് അഭിപ്രായം പറയുന്ന പ്രശാന്ത് പത്മനാഭനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം തൊട്ടു മുമ്പുണ്ടായിരുന്ന ചർച്ചയിൽ ശ്രീ സജീവൻ അന്തിക്കാട് പറഞ്ഞതുപോലെ യക്ഷികൾ, പ്രേതത്തിൻ്റെ സിനിമയിലെ പ്രേതം വരുന്നു. എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, പക്ഷേ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ ഞാനൊരു യുക്തിവാദിയാണ് എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ യുക്തിവാദം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വിശ്വാസം, എന്ത് വിശ്വാസം? അന്ധവിശ്വാസമാണ്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51AH പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ, എല്ലാവർക്കും ഒരു ശാസ്ത്രീയ അവബോധം വേണമെന്ന് ഭരണഘടനയിൽ പറയുന്നു. അത് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് അത് പറയുകയാണ് വിശ്വസിക്കാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം. ഇത് മതത്തിൻ്റെ ബോധത്തിലൂടെ കാണുന്നവർ പൊതുവെ പറയുന്നത് നമ്മുടെ മൗലികാവകാശമാണ്. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന മതവിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, പ്രചരിപ്പിക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ മതവിശ്വാസം തന്നെ ഒരു അന്ധവിശ്വാസമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ ഇത് എഴുതി വെച്ചത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഭരണഘടനയുടെ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളെന്ന് പറയുന്നത് സമത്വം, സാഹോദര്യം, തുല്യത. അത് ലിംഗത്തിൻ്റെ പേരിലായാലും, ഇപ്പം ജെൻഡർ എന്ന് പറയാം, ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ളവർ, പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് ജനിക്കുന്ന പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയും. മലയാളിയാണ്, നമ്മൾ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. തമിഴർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളി എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ നിന്നുള്ളവർ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ അവരെ ഗുണ്ടകളെ വിട്ട് ഇടിപ്പിക്കുന്ന അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഈ ദേശീയത അല്ലെങ്കിൽ പ്രാദേശികത്വമൊക്കെ, മണ്ണിൻ്റെ മക്കൾ വാദമൊക്കെ ഇതിനെല്ലാം എതിരായിട്ടാണ് ഭരണഘടന നിൽക്കുന്നത്. ഭരണഘടനയിൽ സമത്വം എന്ന് പറയുമ്പോൾ ആൺ പെൺ സമത്വം ഉണ്ട് അതിൽ. പക്ഷേ മതത്തിൻ്റെ ബേസിസ്, മിക്കവാറും എല്ലാ മതങ്ങളുടെയും ബേസിസ് എന്ന് പറയുന്നത് അസമത്വമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരിക്കലും സമന്മാരല്ല. ഹിന്ദു നിയമം ക്രോഡീകരിച്ചത് വളരെ വലിയൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഡോക്ടർ അംബേദ്കർക്ക് അത് ഫൈറ്റ് ചെയ്ത അവസാനം നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടിയൊക്കെ വന്നു. അതിനുശേഷം നെഹ്റു വളരെ ശക്തമായിട്ട് നിന്ന് ആ 4 നിയമങ്ങൾ ക്രോഡീകരിച്ച് വന്നതുകൊണ്ട് ഹിന്ദു സ്ത്രീകൾക്ക് കുറേയൊക്കെ സമത്വം, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സമത്വം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ അതുപോലെ ഒരു കാര്യം മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നെഹ്റുവിൻ്റെ അടുത്തൊരു പ്രാവശ്യം ചോദിച്ചിരുന്നു, അങ്ങേക്ക് പ്രധാനമന്ത്രിയായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹിന്ദു സഹോദരിമാർക്ക് വേണ്ടിയിട്ട് നിയമത്തിൽ ഉണ്ടായിരിക്കുന്ന അവകാശങ്ങൾ
കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ എൻ്റെ മുസ്ലിം സഹോദരിമാർക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ പാർട്ടീഷൻ്റെ സമയത്ത്, വിഭജനത്തിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായിട്ട് പിന്നീട് മുസ്ലിങ്ങൾക്കൊരു രാജ്യം വേണം, ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്നുള്ള മുഹമ്മദ് അലി ജിന്നയുടെ വാദം, അത് ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ച് സവർക്കറൊക്കെ അതിന് ശരിയാണെന്ന് പറഞ്ഞു. ആ വേറൊരു രാജ്യമായിട്ട് പോയപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, കോൺഗ്രസ് പാർട്ടി അന്ന് പാർട്ടി പാസ്സാക്കിയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അയൽ രാജ്യങ്ങളിൽ എന്തു തന്നെ നടന്നാലും ഇന്ത്യ ഒരു സെക്കുലർ ഡെമോക്രസി ആയിട്ട് എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒരു രാജ്യമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ മതവും ജാതിയും നോക്കാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള വോട്ടവകാശം, സ്ത്രീകൾക്ക് ആദ്യം ഭരണഘടന വന്നപ്പോൾ മുതൽ തുല്യമായിട്ടുള്ള വോട്ടവകാശം, ഒരു സ്ഥാനത്തും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഭരണഘടനാ പദവി അലങ്കരിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇതൊന്നും കൂടാതെ ഏതെങ്കിലും ഒരു മതത്തിൽ, അതായത് അവർ ദുർബലരോ ന്യൂനപക്ഷമോ ആണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് ഭൂരിപക്ഷത്തിൻ്റെ കടന്നുകയറ്റത്തിൽ ഇത് അപ്രത്യക്ഷമായി പോകുമെന്നുള്ള യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഭൂരിപക്ഷം മെമ്പേഴ്സും അന്ന് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹിന്ദു മതത്തിൽ നിന്നൊക്കെ വന്നവർ പോലും ഉൾപ്പെട്ട ഒരു സഭയാണ്. ഈ വർഗീയ കലാപങ്ങൾ നടന്ന്, ബ്ലഡ് ഷെഡ് നടന്ന്, ഈ വിഭജന സമയത്തുണ്ടായിരുന്ന പലായനങ്ങളും കൊലപാതകങ്ങളും ദേശീയതയുടെ അതിപ്രസരം കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഭരണഘടന വിഭാവനം ചെയ്ത് മജോറിറ്റി അത് അംഗീകരിച്ചത്. ഡോക്ടർ അംബേദ്കറും നെഹ്റുവും ഒക്കെ അതിൽ മുൻകൈ എടുത്തെങ്കിലും ആ ഭരണഘടനയിലെ ഭൂരിപക്ഷ അംഗങ്ങളും അത് സമ്മതിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഭരണഘടന നമുക്ക് കിട്ടിയത്. അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭരണഘടനയാണെന്ന് പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ നിലനിന്നിട്ടുണ്ട്. അതിൽ മാറ്റങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഭരണഘടനയുടെ അന്തസ്സത്ത ചോർന്നു പോകാത്ത രീതിയിൽ അതിൽ സുപ്രീം കോടതിയുടെ പല വിധികളുണ്ടായിട്ടുണ്ട്. നേരത്തെയുള്ള വിധികളിലൊക്കെ പറയുന്നത് സെക്കുലറിസം, അതായത് എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കുന്ന ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു അന്തസ്സത്തെയാണ്, അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. ഈ ഭരണഘടന അമെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഇതിൻ്റെ അന്തസ്സത്ത ചോർന്നു പോകാത്ത രീതിയിലേ പറ്റൂ. കാരണം അതിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് ഒരു അമെൻമെൻറ്റ് വരുത്തിയാൽ അത് ഒരു അമെൻമെൻ്റ് ആയിരിക്കില്ല, അതൊരു തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും. അങ്ങനെ ഒരു മാറ്റം പറ്റില്ല എന്ന് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറഞ്ഞിട്ടുണ്ട്. ആ 13 അംഗ ബെഞ്ച് അത് ലോകത്ത് പല ഭരണഘടനാ കോടതികളും കേശവാനന്ദ ഭാരതി കേസ് സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിലനിന്ന് പോരുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നേരത്തെ ആ ചോദ്യം ചോദിച്ചു, മതസ്വാതന്ത്ര്യം പറയുന്ന ഭരണഘടനയുടെ 25-ാം വകുപ്പ് പറയുന്നത് ബാക്കി ഫണ്ടമെൻ്റൽ റൈറ്റിന് വിധേയമായിരിക്കണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 14 എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ പാടില്ല, സ്ത്രീയോടോ പുരുഷനോടോ വിവേചനം പാടില്ല, മതത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല. ഇങ്ങനെയുള്ള വകുപ്പുകൾക്കെല്ലാം അനുസൃതമായിരിക്കണം ആർട്ടിക്കിൾ 25 പറയുന്ന മതസ്വാതന്ത്ര്യം. അപ്പോൾ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ഈ മതസ്വാതന്ത്ര്യവും ഭരണഘടനയിൽ തന്നിരിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, അത് തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ചില സ്ഥലങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കുന്നു, മതത്തിനുള്ളിൽ ചിലത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലൊരു വിവേചനം നേരിടുന്നു. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, ഭരണഘടന വളരെ വ്യക്തമായിട്ട് പറയുകയാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് മുകളിൽ നിൽക്കുന്നത്. കാരണം ആർട്ടിക്കിൾ 14-ഉം 15-ഉം ഒക്കെ, ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം. ആ മതസ്വാതന്ത്ര്യം സബ്ജക്റ്റ് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് എന്നാണ് പറയുന്നത്. അതായത് ബാക്കി പാർട്ട് 3-ലാണ് മൗലികാവകാശങ്ങൾ പറയുന്നത്. മൗലികാവകാശങ്ങളിലുള്ള ബാക്കി എല്ലാ മൗലികാവകാശങ്ങൾക്കും വിധേയമായിട്ട് മാത്രമേ മതസ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ വേറൊരു മൗലികാവകാശമില്ല. ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും സെപ്പറേറ്റ് ആണ്. മതസ്വാതന്ത്ര്യം മാത്രം ബാക്കി മൗലികാവകാശങ്ങൾക്ക് വിധേയമായിരിക്കണം. അതുകൊണ്ടാണ് ശബരിമല ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി പറഞ്ഞത് സ്ത്രീകളെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല. അത് മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള സ്ത്രീകൾ, ഋതുമതിയായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു അമ്പലത്തിൽ പ്രവേശനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ കേസ് ഇപ്പോൾ നാളെ അതിൻ്റെ റിവ്യൂ ഫയൽ ചെയ്തിട്ട് റിവ്യൂ പെറ്റീഷൻ ഒരു 9 അംഗ ബെഞ്ചിന് അയച്ചു കൊടുക്കണമെന്ന് സുപ്രീം കോടതി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്തത് തിങ്കളാഴ്ച നാളെ അത് 3 അംഗ ബെഞ്ചിലെ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് 9 അംഗ ബെഞ്ചിലേക്ക് അയക്കാനൊക്കെ ആയിരിക്കും. അതിനകത്ത് ആ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ കണ്ടു, ഈ ഏറ്റവും പ്രോഗ്രസീവ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ പോലും അതിനെതിരെ ഒരുപക്ഷം ആളുകൾ അതിനെതിരെ സമരം ചെയ്യുകയാണ്, നിരത്തിലിറങ്ങുകയാണ്. അത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്
ഈ ദാവൂദി ബോറ കമ്മ്യൂണിറ്റി, അതൊരു ചെറിയ ന്യൂനപക്ഷ വിഭാഗമാണ്, ഷിയ വിഭാഗമാണെന്ന് വിശ്വസിക്കുന്നു, മുസ്ലിങ്ങളുടെ ഇടയിൽ ചെറിയൊരു വിഭാഗമാണ്. അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതായത് പുരുഷൻ്റെ അഗ്രചർമ്മം പിന്നെ മുറിക്കുന്നത് പോലെ സ്ത്രീകളിൽ, വളരെ തീരെ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകളിൽ ചെയ്യുന്ന ഒരു യോനിയിൽ ഒരു മുറിവ് വരുത്തുന്ന ഒരു സമ്പ്രദായമാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വാദം സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. ആ കേസ് പോലും ഇതുവരെ ഡിസൈഡ് ചെയ്യാതെ 9 ബെഞ്ചിലേക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ കോടതിയുടെ സമീപനം എന്തായിരിക്കണം? ഇപ്പോൾ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്രിസ്റ്റോഫ് ജെഫ്രലറ്റൊക്കെ പറയുന്നത് പോലെ ബാക്കി രാജ്യങ്ങളിൽ ഫാസിസം വരികയാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാണ്. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നയങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. തീവ്ര ദേശീയതയാണ്. വെളിയിൽ നിന്നുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശനമില്ല, താരിഫ് ഏർപ്പെടുത്തുന്നു, ഈ ഉപരോധം ഏർപ്പെടുത്തുന്നു. അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരെയും മുദ്ര കുത്തുകയും എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് ഫാസിസമാണെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ല. ഇന്ത്യയിലെ ഒരു സ്ഥിതി ഈ ഭക്തിയുടെ രൂപത്തിൽ കൂടി ഈ കാര്യങ്ങൾ കടത്തിവിടുമ്പോൾ വളരെ എളുപ്പത്തിൽ എതിർക്കുന്നവരെ നിങ്ങൾ മതത്തിനെതിരാണെന്നുള്ള രീതിയിൽ മുദ്ര കുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇതിപ്പോൾ വളരെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോഴേ ഹിന്ദു രാഷ്ട്രമാണല്ലോ എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ആര്? 1990-കളിലൊക്കെ LK അഡ്വാനി പറഞ്ഞ മറുപടിയാണ്. കരൺ ഥാപ്പറോട് ഉള്ള ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ആ തത്വശാസ്ത്രം ഫോളോ ചെയ്യുന്നവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. RSSൻ്റെ ചീഫ് പറഞ്ഞു കഴിഞ്ഞു, ഇത് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ഉള്ളവരെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹിന്ദു എന്നുള്ള ഡെഫിനിഷൻ എന്താണെന്ന് പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇവിടെ അങ്ങനെ ഒരു ജനകൂട്ടം ഇവിടെ ഇന്ത്യയിൽ മാത്രമായിട്ടില്ലായിരുന്നു. വെളിയിൽ നിന്ന് വന്നവർ, ഔട്ട് ഓഫ് ആഫ്രിക്ക പലയിടത്തു നിന്ന് വന്ന പോപ്പുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദു എന്നുള്ള പേരിട്ടത് തന്നെ. എത്ര വളരെ റീസെൻ്റായിട്ട് 19-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ആ പേര് പോലും വന്നത്. അത് വിദേശീയർ തന്ന പേരാണ്. പല സംസ്കാരങ്ങൾ കൂടിച്ചേർന്നാണ് ഇന്ത്യയിലുള്ളവർ ഇവിടെ ജീവിച്ചു പോകുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കെട്ടുറപ്പുള്ള ഇസ്ലാം പോലുള്ള മതങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഇല്ലായിരുന്ന കുറേ വിഭാഗം ആളുകളെ ഹിന്ദു എന്നുള്ള ഒരൊറ്റ പേരിട്ട് വിളിക്കുകയും അതിനെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് രൂപീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഹിന്ദു മതത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ബേസിസ് എന്ന് പറയുന്നത് അനീതിയും അസമത്വവുമാണ്. കാരണം അതിനകത്ത് തുല്യനീതി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. തുല്യനീതി ഉണ്ടെങ്കിൽ ഹിന്ദുത്വമില്ല. ഹിന്ദുത്വം ശ്രേണീകൃതമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അതിൽ മുകളിൽ തട്ടിലുള്ളവർ, താഴെത്തട്ടിലുള്ളവർ, അങ്ങനെ ശ്രേണീകൃതമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ അതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിൽ മുകളിലിരിക്കുന്നവർക്ക് അതിൻ്റെ പ്രാബല്യം കിട്ടൂ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഗോഡ്സെ എന്ന ഒരു ഉപകരണം, അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ടായിരുന്ന ശക്തികൾ, അത് ഡയറക്റ്റ് പങ്കുണ്ടോ ഇല്ലയോ എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ലാത്ത, പക്ഷേ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന തത്വശാസ്ത്രം, അതിന് പ്രേരകമായിട്ടുണ്ടായിരുന്ന ആ ശക്തി എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിന് കിട്ടുന്ന ശക്തി, അതിന് കിട്ടുന്ന പ്രാബല്യം ഇല്ലാതാകുന്നു ഗാന്ധിജി വന്നു കഴിഞ്ഞാൽ. ഗാന്ധിജി കാരണം താഴെത്തട്ടിലുള്ളവരെ ഹരിജൻ എന്ന് വിളിക്കുകയും കൂടെ കൊണ്ടുപോവുകയും അസമത്വത്തിനെതിരെ ഇന്ത്യയിൽ ധർണ നടത്തുകയും ഡോക്ടർ അംബേദ്കറുടെ വെല്ലുവിളി ഏറ്റെടുത്ത് അതിനെതിരെ ശബ്ദം ഉയർത്തുകയൊക്കെ ചെയ്തു. അൺടച്ചബിലിറ്റിക്കെതിരെ ഒരു പദയാത്ര നടത്തുകയൊക്കെ ചെയ്തു. ഗാന്ധിജി അതുപോലെ തന്നെ ദളിതരെ എല്ലായിടത്തും പ്രവേശനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ ഹിന്ദുത്വത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ശങ്കരാചാര്യർ, പുരിയിലെ ശങ്കരാചാര്യരൊക്കെയാണ് കത്തെഴുതിയത് വൈസ്രോയിക്ക്. ഈ അൺടച്ചബിൾസിനെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സനാതനധർമ്മത്തിൻ്റെ ബേസിസ് തന്നെ തകർന്നു പോകുമെന്ന് പറഞ്ഞു. ഇതിനെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ പലരും ഹിന്ദുത്വവാദികൾ ഒരു അപരത്വം സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ദേശീയതയുടെ വേറൊരു രൂപമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ സെക്കുലറാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷിക്കോ അല്ലെങ്കിൽ ബാക്കി മതം കറുപ്പാണെന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് പോലും ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും ആരാണ് യഥാർത്ഥ ഭക്തനെന്നൊക്കെ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഗതികേടിലോട്ടാണ് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്രിസ്റ്റോഫ് ജെഫ്രലറ്റ് പറഞ്ഞത്, ഹിന്ദുത്വത്തെ തിരിച്ചറിയാൻ പ്രയാസമാണ്, ഫാസിസം തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം ഈ മതബോധം എന്ന് പറയുന്നത് സാധാരണ എല്ലാ മനുഷ്യരിലും ഉള്ളത്. ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷവും മതത്തിൽ അടിസ്ഥിതമായ ഒരു ജീവിതം നയിക്കുന്നത്. ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ മത നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ അതിൽ തെറ്റൊന്നും കാണാത്തവരാണ്. അസമത്വത്തിൽ തെറ്റൊന്നും കാണുന്നില്ല. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് വിധിയായിട്ട് അല്ലെങ്കിൽ കർമ്മഫലമായിട്ടൊക്കെ സ്വീകരിക്കുന്ന, ഇതിലൊക്കെ വിശ്വസിക്കുന്ന, ഉള്ളിൽ ഒരു പൂന്താനത്തിൻ്റെ ഈ കർമ്മഫലത്തിലൊക്കെ വിശ്വസിക്കുന്നതാണ് പൂന്താനം നമ്പൂതിരിയെ ഉള്ളിലും. പുറമെ മാർക്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും
ഉള്ളിലൊരു പൂന്താനം ഇരിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിപക്ഷം പുരോഗമനവാദം പറയുന്നവരുൾപ്പെടെയുള്ളവർ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം. ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ളവർ അത് പറയും. ഇപ്പം ശ്രീ സണ്ണി കാപ്പിക്കാട് അത് പറഞ്ഞിരുന്നു ഈയിടെ. ഇപ്പം വിശപ്പാണ് പ്രശ്നമെങ്കിൽ കുറച്ച് കപ്പ കഴിച്ചു കഴിഞ്ഞാൽ അത് മാറുമല്ലോ. അത് മാത്രമാണോ പ്രശ്നം? ഐഡൻറ്റിറ്റിയുടെ പേരിൽ നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അസമത്വങ്ങൾ, അതിനെതിരെയുള്ള ഫൈറ്റിന് ഇതുപോലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് പ്രതിപക്ഷ കക്ഷികൾ അതിനെതിരെ നിൽക്കുന്നതിന് പകരം ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുത്വം, നമ്മൾ ഹിന്ദുത്വമല്ല, നമ്മൾ ഹിന്ദുയിസമാണ് പറയുന്നത് എന്നുള്ള രീതിയിലേക്ക്, സെക്കുലറിസം എന്നുള്ള വാക്കാരും പറയുന്നത് കേൾക്കുന്നില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കി അടുത്ത രണ്ടാമത്തെ റൗണ്ടിൽ പറയാമെന്ന് വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് കെ ലൽകുമാർ, നമുക്ക് പാർലമെൻറ്റിൽ ഇരു സഭകളിലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ നമ്മളെ ഭരണഘടന ഈ രീതിയിൽ അപ്പം ഹിന്ദുത്വ ശക്തികളാണ് ഭരിക്കുകയാണെങ്കിൽ ഹിന്ദുത്വവൽക്കരിക്കാൻ കഴിയുമോ? ഇപ്പോൾ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉള്ളപ്പോൾ വിധി പറഞ്ഞപ്പോൾ പോലും അതിനുള്ള സാധ്യത ഉണ്ടോ എന്നാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതിൻ്റെ ആമുഖം, അത് മാറ്റാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല. നമുക്കറിയാം 42-ാം ഭേദഗതിയിലൂടെ സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ആ 42-ാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ എഴുതി ചേർത്തത്, അല്ല ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഇപ്പോൾ ഈ വാക്ക് ഇത് നമ്മൾക്ക് അന്യമാണെന്നും വൈദേശികമാണെന്നും ഇത് ഭരണഘടന ഭേദഗതി ചെയ്ത് മാറ്റണമെന്നും RSS വളരെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെക്യുലറിസം എന്ന വാക്കും സമാനമായിട്ട് ആ രണ്ട് വാക്കുകളാണ് 42-ാം ഭേദഗതിയിൽ 76-ൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ 76-ൽ ഭരണഘടനയിൽ അത് പിന്നീട് സുപ്രീം കോടതിയൊക്കെ അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ 42-ാം ഭേദഗതി വരുന്നത് വലിയ ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. നമുക്കറിയാം നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ 51AH നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ. നമ്മുടെ 51AHലൂടെയാണ് ഈ 4 വാക്കെന്ന് പറഞ്ഞാൽ ഒന്ന് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, റിഫോം. ഈ 4 വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത് ഈ 42-ാം ഭേദഗതിയിലൂടെയാണ്. അതിനകത്ത് അതിൻ്റെ ഒരു യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. വലിയ അറിയപ്പെടുന്ന യുക്തിവാദിയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനുമായിരുന്ന PM ഭാർഗവ, പുഷ്പ M ഭാർഗവ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഇന്ത്യയിലെ അറിയപ്പെടുന്ന മോളിക്കുലർ ബയോളജിസ്റ്റായിരുന്നു. അത് സായിബാബയൊക്കെ ആദ്യമായിട്ട് വെല്ലുവിളിക്കുന്നത്, കോവിഡിനേക്കാൾ മുമ്പ് വെല്ലുവിളിക്കുന്നത് ഭാർഗവയാണ്. ഈ ഭാർഗവെ അന്ന് ഇന്ദിരാഗാന്ധിയുടെ സയൻറ്റിഫിക് അഡ്വൈസറാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, റിഫോം എന്നൊക്കെ പറയുന്ന വാക്കുകൾ പ്രധാനമന്ത്രിയുടെ ആ ഒരു ഗൗരവപരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരുന്നത് ഭാർഗവ വഴിയാണ്. ഒരു പാർലമെൻറ്റിലാണ് അവതരിപ്പിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒരു ആ ഒരു 51AHൻ്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത് ഭാർഗവയ്ക്കാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു സയൻറ്റിഫിക് അഡ്വൈസർ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ആ 3-4 വാക്കുകൾ അന്ന് 42-ാം ഭേദഗതിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെ ഒരു കേവല ഹൈന്ദവ ചിന്താഗതിക്ക് എതിരായിട്ടുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഹൈന്ദവ ചിന്താഗതിക്ക് മാത്രമല്ല, ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും എതിരാണ്. ഈ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം ഒരു കുട്ടിയിൽ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം അവരിൽ നിന്ന് പോകുന്നത് ഈ ദൈവസങ്കല്പത്തിലുള്ള ദൈവസങ്കല്പവും അതുപോലെ മതവും ജാതിയൊക്കെ തന്നെയാണ്. ഈ സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരാൾക്ക് ഇതൊന്നും വച്ച് പുലർത്താൻ കഴിയില്ല. ശാസ്ത്രാവബോധം, ആ ശാസ്ത്രാവബോധത്തിന് ഒരു വിദ്യാഭ്യാസം, എന്താ പറയുന്നത്, ഒരു അക്കാദമിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം പോലുമില്ല. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്ക് ശാസ്ത്രാവബോധം ഉണ്ടാകുകയും വലിയ ആസ്ട്രോഫിസിക്സിൽ പോസ്റ്റ് PhDയും പോസ്റ്റ് ഡോക്ടറേറ്റും ഉള്ള ആളുകൾ ഈ പറയുന്ന പോലെ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് തേങ്ങ ഉടയ്ക്കുന്ന ആളുകളുമുണ്ട്. അത് ആ ശാസ്ത്ര അവബോധത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഈ മതത്തിന് വളരെ ശക്തമായിട്ട് മതത്തെ പ്രതിരോധിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ. നമ്മളൊക്കെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് പറയുന്ന അമേരിക്കയിൽ പോലും അമേരിക്കയുടെ ഫെഡറൽ ബജറ്റിൻ്റെ ഏതാണ്ട് ഒരു 3% ഇവാഞ്ചലിക്കൽ വർക്കിനുള്ളതാണ്, എന്നാൽ ക്രിസ്തുമത പ്രചരണത്തിനുള്ളതാണ്. അങ്ങനെ അവരുടെ പദ്ധതിയിലുണ്ടത്, അതുപോലും അവിടുത്തെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഒരു കാരണവശാലും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ ഫണ്ട് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അതിനകത്ത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിശകലനത്തിൽ മനസ്സിലാവും. അങ്ങനെയാണ് ഹജ്ജ് സബ്സിഡിയൊക്കെ നിരോധിക്കുന്ന കാര്യത്തിൽ. അത് ഇപ്പോൾ ഞാനൊക്കെ കേരള യുക്തിവാദത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ കേരള ഹൈക്കോടതിയിലും
സുപ്രീം കോടതിയിൽ ഹർജി നൽകിയാണ്. പക്ഷെ അതൊന്നും അന്ന് സ്വീകരിച്ചില്ല. പക്ഷെ പിന്നീട് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ഹജ്ജ് സബ്സിഡി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് സബ്സിഡി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തുവാനുള്ള തീരുമാനമുണ്ട്. നമുക്കറിയാം ഹജ്ജ് സബ്സിഡി വരുന്നത് എപ്പോഴാണ്? 71 ബംഗ്ലാദേശ് വാർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പൊതുവെ കോൺഗ്രസിൽ നിന്ന് അകന്നു എന്നുള്ളൊരു ഒരു ഭീതി വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഹജ്ജ് സബ്സിഡി ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയത്. അതിൻ്റെ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ഹജ്ജ് സബ്സിഡിക്ക് ഏറ്റവും വലിയ വർധനവ് വന്നിട്ടുള്ളത് വാജ്പേയി ഭരിക്കുമ്പോഴാണ്. വാജ്പേയിയാണ് ഈ ഹജ്ജ് സബ്സിഡി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത്. മറ്റുള്ള എല്ലാ കാലഘട്ടങ്ങളിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ വാജ്പേയി 5 വർഷം ഭരിച്ചപ്പോഴാണ് ഈ ഹജ്ജ് സബ്സിഡി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത്. അതൊക്കെ ഒരു പ്രകടനത്തിന് വേണ്ടിയിട്ടാണ്. പ്രകടനമാണ്, എല്ലാവരും ചെയ്യുന്ന പ്രകടനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾക്കൊക്കെ തന്നെ എതിരായിട്ട് നിലപാടുകൾ എടുക്കുവാനും ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനും ഇന്ത്യൻ ഭരണഘടന ഉതകുന്നുണ്ട്. അതിൻ്റേതായ സ്രോതസ് ഭരണഘടനയിൽ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ വിഷയത്തിൻ്റെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ഭരണഘടന ഹൈന്ദവവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതിൻ്റെ വസ്തുത. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു റിലീജിയസ് ഐഡിയോളജി, മതതത്വശാസ്ത്ര പ്രകാരം ഒരു ശാസ്ത്രത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഏത് രാഷ്ട്രീയ സംഘടനകളും ആ സംഘടന ആ രാജ്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മതം ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ആ ഭരണകൂടവും മതവും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞു വരികയും മതം വളരെ ഡയറക്റ്റായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഭരണകൂടത്തിൽ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ലോകത്തുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 53-54 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് ഈ മതം നേരിട്ട് ഭരണകൂടത്തിലേക്ക് വരുമ്പോൾ മതവും ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം തീരെ ഇല്ലാതാകും എന്നുള്ളതാണ്. അവിടെയാണ് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു തത്വം റിലീജിയൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം ഗവൺമെൻറ്, സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള തത്വമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഈ നമ്മുടെ ഭരണകൂടത്തിൽ നിന്ന് മതത്തെ വേർതിരിക്കണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള ഒരു സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബില്ല് തന്നെ നമ്മൾ കേരള യുക്തിവാദി സംഘം ഗവൺമെൻറ്റിൽ സമർപ്പിക്കുകയും എല്ലാ എം പിമാർക്കും നോട്ടീസ് 2 പ്രാവശ്യം പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഒരു നിയമസഭാജിയിൽ തയ്യാറായിട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും. നമുക്കറിയാം സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി പാടില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം കിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ നിയമം നടപ്പിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഫിലിയേഷൻ കിട്ടില്ല. സ്വാഭാവികമായിട്ടും മതം എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഒരു കേരള യുക്തിവാദി സംഘം എന്നൊക്കെ രജിസ്റ്റർ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ, ഭാരത് അല്ലെങ്കിൽ കേരള എന്ന് പറയുന്ന ആ പേരുകൾ ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടോ സൊസൈറ്റിയുടെ ഭാഗമായിട്ടോ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അപ്പോൾ അത് നിയമങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പല ഓർഗനൈസേഷനും നമ്മൾ വിചാരിക്കും ഗവൺമെൻറ്റിൻ്റെ വിചാരിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് അല്ലേ ഒരു സ്ഥാപനമുണ്ട്. നമ്മുടെ ഈ മോഹൻലാലൊക്കെ പരസ്യത്തിൽ തന്നെ ആളുകൾ ധരിക്കുമ്പോൾ IIT ഒക്കെ പോലെ IIM പോലെയുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്. ഇതൊരു സാധാരണ ഒരു കുറേ വ്യക്തികൾ കൂടി നടത്തുന്ന സ്ഥാപനമാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇനി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല അവർക്കതൊന്നും. അവർക്ക് കമ്പനിയായിട്ടോ സൊസൈറ്റി ആയിട്ടോ ട്രസ്റ്റായിട്ടൊന്നും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെ നിയമങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ നിയമം കൊണ്ടുവന്നത് BJP ഗവൺമെൻറ് ആണെങ്കിൽ പോലും ആത്യന്തികമായിട്ട് അതിനകത്ത് ശരിയുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരുകൾ അങ്ങനെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനിത് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഭരണഘടന അതിനകത്തേക്ക് ഞാൻ വരാം. അപ്പോൾ നമുക്കറിയാം ഈ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം RSSൻ്റെ ഭാഗത്ത് നമുക്കറിയാം RSS എന്ന് പറയുന്ന സംഘടനയാണ് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവരൊന്നും പൊതുവെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുവാനോ ആ രീതിക്ക് ഇപ്പോൾ RSSൻ്റെ നേതാക്കന്മാർ പത്രക്കാരെ കണ്ട് അങ്ങനെ ഒന്നും രീതിക്കില്ല. അവരൊക്കെ വേറൊരു രീതിയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന രീതിയിലാണ് അവർ സ്വയം അവതരിപ്പിക്കുന്നത്. ആ സംഘടനയുടെ നേതാക്കന്മാർ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞ സെക്കുലറിസവും സോഷ്യലിസവും എന്ന് പറയുന്ന വാക്കുകൾ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ നിന്ന് എടുത്തു മാറ്റം എന്നുള്ളതാണ്. അത് വൈദേശികമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഭരണഘടന വൈദേശികമാണെന്നുള്ളൊരു ചർച്ച നമുക്കറിയാം. 1950 ഈ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു RSS. ഭരണഘടനയെ അംഗീകരിക്കാത്ത. പിന്നീട് ഈ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം RSSനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവർ 1.5 വർഷത്തോളം RSS നിരോധിച്ചു. പിന്നീട്
ആ ചർച്ചകളിലൊക്കെ തന്നെ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്, RSനോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ ഭരണഘടന അംഗീകരിക്കുന്നുവെന്ന് റിട്ടേണായിട്ട് എഴുതി തരണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി ആ ചർച്ചയുടെ ഭാഗമായിട്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രം ഈ മതങ്ങൾക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന, മതങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് വ്യക്തമായിട്ട് നീക്കി നിർത്തുന്ന ആ ഭരണഘടന ഒരു മതവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെങ്കിൽ ആ സംഘടന ഇപ്പം നിലവിൽ ഭരണഘടന അമെൻഡ് ചെയ്യാൻ കഴിയും. അതിനകത്ത് ഈ പറഞ്ഞ ആമുഖം ചെറിയ തോതിൽ അമെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും പക്ഷേ ആമുഖത്ത് തൊടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതല്ല. ഇപ്പോൾ സോഷ്യലിസവും സെക്യുലറിസം എന്നുള്ള വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്ത് ചേർത്തു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ മാറുന്നില്ല. ഈ വാക്കുകളൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, പുതിയ വാക്കുകളൊന്നുമല്ല. ആ ഭരണഘടനയിൽ അതേപടി എഴുതി വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈവൻ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് പോലും ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഞാൻ വളരെ ഗോഡ്, ദൈവം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല എന്ന് നമുക്കറിയാലോ. ആകെ ഉള്ളത് അതിൻ്റെ ഒരു അനക്സിൽ ഈ ഓത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. ആ ദൈവം എന്നുള്ള വാക്ക് വേണോ വേണ്ടോ എന്നുള്ളത് വോട്ടിട്ട് തള്ളിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ് ഇന്ത്യയുടെ ഉള്ളത്. നമുക്ക് 299 അംഗങ്ങളിൽ ഒരു കമ്മത്ത് അവതരിപ്പിച്ച, ഇപ്പോൾ നമുക്കറിയാം അമേരിക്കൻ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളവർക്ക് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, മറ്റൊരു ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് തുടങ്ങുന്നത്. ദൈവനാമത്തിലാണ് ആ അവിടുത്തെ ഭരണഘടന തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ തുടങ്ങുന്നതോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതിന് മുമ്പ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഒരു ഭേദഗതി ആമുഖ ചർച്ചയിൽ കൊണ്ടുവന്നപ്പോൾ അത് വോട്ടിനിട്ട് തള്ളിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ്. എന്ന് വെച്ച് നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ ഈ 299 പേരിൽ ഒരുപക്ഷെ നിരീശ്വരവാദി ആയിട്ട് ആകെ ഉണ്ടാവുക മലയാളിയായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദമേനോൻ മാത്രമാണ്. അദ്ദേഹമാണ് ഒരു ഡിക്ലെയർഡ് എത്തിസ്റ്റ്. അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആളാണ്. പിന്നീട് നിയമമന്ത്രി ആയിരിക്കുമാണ് അദ്ദേഹം മരിച്ചത്. നെഹ്റു പോലും ഒന്നും തന്നെ ഏത്തിസ്റ്റായിട്ട് അല്ലെങ്കിൽ റാഷണലിസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ആഗ്നോസ്റ്റിക് ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണഘടന, ദൈവം എന്ന് പറയുന്ന വാക്കുപോലും ആ ഭരണഘടനയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ശഠിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ പ്രോഡക്റ്റായിട്ടുള്ള ഭരണഘടന അംബേദ്കറെ പോലെ ഇത്രമാത്രം ശക്തമായിട്ട് മതങ്ങളെ അതിൻ്റെ ആ ഫേസിൽ എതിർക്കുന്ന ഒരു ഭരണഘടനാ ശില്പി എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനാ ശില്പിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഈ ഭരണഘടന ഇന്ന് ഭീഷണി നേരിടുന്നു എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മതമാണ്. ഈ മതം എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ത്യയിലും, ഹിന്ദുമതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ തന്നെ, ഇപ്പോൾ നമ്മുടെ യൂറോപ്പിൽ ഒരു കാലത്ത് ക്രിസ്തു മതത്തിൻ്റെ പിടിയിലായിരുന്നു യൂറോപ്പ് എന്ന് പറയുന്നത്. അവിടുത്തെ പള്ളിയിലച്ചന്മാർ അല്ലെങ്കിൽ പൗരോഹിത്യം പറയുന്നതിന് ഇപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അതിനെയൊക്കെ തകർത്തുകൊണ്ടാണ് അവിടെ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വളർന്ന് വികസിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് ഈ മതവും ചർച്ചും അതിൻ്റെ ആ ഒരു 4 ചുവരുകൾക്കുള്ളിലേക്ക് ഒതുക്കപ്പെടുകയും അവിടെ പള്ളികളൊക്കെ തന്നെ ജനങ്ങൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറെയാണ്, അതിപ്പോൾ ഞാൻ ചർച്ച ചെയ്തില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ ഭരണഘടന വളരെ ശക്തമായിട്ട് മതങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്നുള്ള യാഥാർത്ഥ്യമാണ്. മതങ്ങളിൽ നിന്നല്ല, ഹിന്ദു മതത്തിൽ നിന്ന്. അത് സ്വാഭാവികമായിട്ട് ഏതും മതവുമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് മതവുമായിട്ട് ഡയറക്റ്റായിട്ടുള്ള ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആ മതത്തിൻ്റെ സ്വാധീനം വരികയും ഈ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന തത്വമൊന്നും ഒരിക്കലും നടക്കില്ല എന്നാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ ഞാൻ പറയാം. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന പുതിയ ചർച്ചകളിലൊക്കെ തന്നെ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ വൈദേശികമായിട്ടുള്ള ആശയങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാം ഫ്രട്ടേണിറ്റി, ഇക്വാളിറ്റി ആൻഡ് ലിബർട്ടി, ഫ്രട്ടേണിറ്റി ആൻഡ് ഇക്വാളിറ്റി, ഇത് മൂന്നും ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നതും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ ബുദ്ധമതത്തിൽ നിന്നാണ് അദ്ദേഹം ഈ തത്വങ്ങൾ എടുത്തുള്ളതാണ്. അതിനെക്കുറിച്ചും അംബേദ്കർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുകൂടി ആധുനിക ഈ കാലഘട്ടത്തിൽ ഈ ഭരണഘടനയെ ഒരു ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ ഈ ആദ്യത്തെ ഇത്രയാണ് പറയുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, നമ്മുടെ ഈ ഇപ്പം അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ ഹിന്ദുത്വത്തിന് ഒരു പൊതു സ്വീകാര്യത വന്നാൽ, അതായത് അയ്യപ്പ സംഗമം നടത്താൻ ഒരു സെക്യുലർ മൂവ്മെൻറ്റിന് സാധിക്കുന്നു. അങ്ങനെ ഒരു പൊതു സ്വീകാര്യത വന്നാൽ നമ്മളെ ഭരണഘടനയിൽ ഈ ഹിന്ദുത്വത്തെ കൊണ്ടുവരുവാൻ എളുപ്പമായിരിക്കുമോ എന്നുള്ളൊരു സാധാരണ സംശയം എന്നെപ്പോലുള്ള ആൾക്കാർക്കുണ്ട്. അതായത് ഒരു സ്വീകാര്യത വരുന്നുണ്ട്, ഇത് ഞങ്ങളും കൂടെ ആണ് എന്നുള്ളത്. ഹിന്ദുത്വത്തിൻ്റെ സ്വീകാര്യത എന്നതിനപ്പുറം അത് ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ പൊതു സ്വീകാര്യത
എന്നുള്ളതിനാണ്. അതായത് ഫാഷിസം ഒരു ന്യൂ നോർമലായി മാറുകയാണ്. അത് ഒരു 20-25 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഒരു 30-40 കൊല്ലം മുമ്പോ നമ്മുടെ സമൂഹത്തിൽ ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജിക്ക് ഇല്ലാതിരുന്ന ഒരു സ്വാഭാവികത, അതൊരു പുത്തൻ സ്വാഭാവികതയാണ്. ഈ സ്വാഭാവികത നമ്മളടക്കം എല്ലാവരിലേക്കും പടരുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന് പറയുന്ന ഒരു പാർട്ടി മറ്റൊരു പാർട്ടി മാത്രമായിട്ട് നമ്മൾ കാണുകയാണ്. അത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും കേരള കോൺഗ്രസും ഒക്കെ പോലെ മത്സരിച്ച് അധികാരത്തിൽ വരുന്ന മറ്റൊരു പാർട്ടിയായിട്ടാണ് BJP നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല. BJP ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജി പ്രാക്ടീസ് ചെയ്യുകയും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തക്കെതിരായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്ന അത് ഒരു പേരിന് വേണ്ടി മാത്രമുള്ള ഒരു ഇതാണ്. BJP വാസ്തവത്തിൽ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മുഖമാണ്. അതായത് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു തെരഞ്ഞെടുപ്പ് മുഖമാണ് BJP. നമുക്ക് വിശാലാർത്ഥത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ BJP എന്നുള്ള തരത്തിലല്ലാതെ ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജിയെയും ഈ സംഘപരിവാർ അംബ്രല്ലയ്ക്ക് കീഴിലുള്ള വിവിധ സംഘടനകളെല്ലാം ഒരുമിച്ച് ആണ് നമ്മൾ കാണേണ്ടത്. സംഘപരിവാർ എന്ന് ജനറലി നമുക്കതിനെ ഉപയോഗിക്കാം. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ ഭരണഘടനയെ ഹിന്ദുത്വവൽക്കരിക്കുന്നു എന്നുള്ളത് മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. മതം എന്നുള്ളതിനപ്പുറം ഇപ്പോൾ വംശീയതയെയാണ് ഇത് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് മതത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. മതവൽക്കരിക്കുക എന്നുള്ളതിനപ്പുറം ഫാഷിസ്റ്റ് ഐഡിയോളജിയെ, ജനാധിപത്യ വിരുദ്ധമായ ഫാഷിസ്റ്റ് ഐഡിയോളജിയെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അധികാരത്തിൻ്റെ നടപടിക്രമമാക്കുകയും അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അധികാര ഘടനയെ മുഴുവൻ ഫാഷിസ്റ്റ് വൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ട് നമ്മൾ ഈ ഭരണഘടനയുടെ ഭാഗം മാത്രം പറയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ പറയേണ്ട ഒരു കാര്യം, ഫാഷിസം എന്ന് പറയുന്നത് അങ്ങനെ കേവലമായൊരു സാംസ്കാരിക പരിപാടി മാത്രമായിട്ട് വരുന്ന ഒന്നല്ല. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മളിതിനൊരു വൈകുന്നേരമുള്ള സാംസ്കാരിക സന്ധ്യകളിൽ ശംഭുവിനെ രാമൻ കൊന്ന കഥ പറഞ്ഞുകൊണ്ട് നേരിടാവുന്ന ഒരു പരിപാടിയാണ് ഫാഷിസം എന്നുള്ള മട്ടിലാണ് പലപ്പോഴും മുഖ്യധാര ഇടതുപക്ഷ കക്ഷികളടക്കം സമീപിക്കുന്നത്. അങ്ങനെയല്ല. ഫാഷിസത്തിന് കോർപ്പറേറ്റിസത്തിൽ നിന്നും വ്യത്യസ്തമായി നിലനിൽക്കാവുന്ന ഒരു പരിപാടിയില്ല. അത് ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ഘടനാക്രമത്തെ നോക്കിയാൽ, അതിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് അത് കോർപ്പറേറ്റിസവുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒന്നാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റിസ്റ്റ് ഘടനാക്രമത്തിൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഫാഷിസത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും കഴിയുക. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ചർച്ച ഫാഷിസത്തിനെതിരെ സാധ്യമല്ല എന്നുള്ളതാണ് സംഗതി. ഇതിൽ ഇപ്പോൾ ഈ ഭരണഘടനയെ ഈ ന്യൂ നോർമലിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം വരുന്നത്. ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ പോലെ അക്ഷരാർത്ഥത്തിൽ വേറൊരു തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൈകളിൽ രക്തക്കുറയുള്ള ഫാഷിസ്റ്റുകളെ ഒന്ന് തൊട്ട് എണ്ണിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പട്ടികയിൽ വരുന്ന യോഗി ആദിത്യനാഥിനെ പോലൊരാളുടെ സന്ദേശം, അദ്ദേഹം മനോഹരമായൊരു സന്ദേശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ ദേവസ്വം മന്ത്രിയുടെ നിന്ന് വായിക്കുകയും അതിൽ പുളകുകൊള്ളുകയും ചെയ്യുന്നത് ഈ ന്യൂ നോർമലിൻ്റെ ഭാഗമാണ്. ഫാഷിസം ഈസ് ദ ന്യൂ നോർമൽ. ഫാഷിസം അധികാരത്തിലെത്തുന്നതോടുകൂടി ഫാഷിസത്തിൻ്റെ കയ്യാളികളും തോഴന്മാരുമായി മാറുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവിടെ അവർ നാമജപ ഘോഷയാത്ര എന്നാണ് അവർ പറഞ്ഞെങ്കിൽ കൂടി അത് വാസ്തവത്തിൽ ഈ തെറിജപ ഘോഷയാത്ര കൂടിയായിട്ട് കേരളത്തിൻ്റെ മൈതാനങ്ങളെയും തെരുവുകളെയും ഒക്കെ ഏതോ ഒരു ഫ്യൂഡൽ കാലത്തിൻ്റെ പോലെയാക്കി മാറ്റിയ സവർണ ജാതി ലഹള എന്നുകൂടി വിളിക്കാവുന്ന ഒരു പരിപാടിയായിരുന്നു അത് ഒരറ്റത്ത് നടക്കുമ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നഷ്ടത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും നടത്തുന്നൊരവസ്ഥയിലേക്ക് വരുന്നത് ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജി നോർമലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എങ്ങനെയാണ് ഇത് ഭരണഘടനയെ ആക്രമിക്കുന്നത്? നേരത്തെ ഇവിടെ മറ്റ് പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ ഈ ഭരണഘടനയുടെ അന്തസ്സത്ത എന്നുള്ളതിനോട് ഫാഷിസത്തിന് ഭരണഘടനയുടെ അന്തസ്സത്തയോട്, ഭരണഘടനയുടെ കാമ്പിനോടും അതിൻ്റെ കാതലിനോടും അത് രൂപപ്പെട്ട ചരിത്ര രാഷ്ട്രീയ കാലങ്ങളോടും ഈ ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസത്തിന് യാതൊരു ബന്ധവുമില്ല. ഫാഷിസം അതിൻ്റെ തർക്കങ്ങളിൽ പോലും ഏർപ്പെട്ടിരുന്നില്ല ഒരു തരത്തിൽ എന്നുള്ളത് വേണം കാണാൻ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ HV കാമത്തിൻ്റെ അമെൻമെൻറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് മുഴുവൻ ഇന്ത്യയിലെ മതേതരധാരയുടെ ഇന്ത്യൻ നാഷണൽ
കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ദേശീയ സമരധാരയുടെ, ഇടതുപക്ഷ ഐഡിയോളജിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ നിരവധിയായ ബഹുധാരാ സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ചരിത്ര രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ എന്ന് പറയുന്നത് അതിനു പുറത്ത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകാലം നടന്ന വലിയ രാഷ്ട്രീയ സമരങ്ങളുടെ ചർച്ചകൾ കൂടിയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നോക്കിക്കാണാൻ കഴിയുക. അതുകൊണ്ട് അപ്പോൾ അതിലൊന്നും ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്ക് ഒരു കാവിക്കോണകം എടുത്തുകൊണ്ട് പോലും അതിൻ്റെ ഒന്നും പരിസരത്ത് പോയ മനുഷ്യന്മാരല്ല അവർക്കതിൽ യാതൊരു പങ്കുമില്ല. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതുകൊണ്ടാണ് ഗോൾവാർക്കർ പറഞ്ഞത് ഇത് മനുസ്മൃതി ഇല്ലല്ലോ, ഈ മനുസ്മൃതി വരാതെ ഓർഗനൈസറിൽ 1949 ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അതിനുശേഷം ഓർഗനൈസറിൽ എഡിറ്റോറിയലും പിന്നീട് ഗോൾവാർക്കറും ഒക്കെ പറയുന്നത് ഇതിൽ മനുസ്മൃതിയെ ഈ നമ്മുടെ ഭരണഘടനാ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത്? മനുസ്മൃതിയെപ്പോലെ ഒരു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു നിയമസംഹിതയ്ക്ക് ഇതിലെവിടെയാണ് സ്ഥാനം? ഇതിൽ ഭാരതീയമായി ഒന്നുമില്ല എന്നാണ് ഗോൾവാർക്കർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് അവരങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അന്തസത്തയായ, നേരത്തെ പറഞ്ഞ ഈ ലിബർട്ടി ആയാലും ഫ്രീഡം ആയാലും ഫ്രറ്റേണിറ്റി ആയാലും ജനാധിപത്യത്തിൻ്റെ അന്തസത്തയോട് ഫാഷിസത്തിന് സന്ധിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഫാഷിസം ജനാധിപത്യത്തിൻ്റെ ജീവകോശങ്ങളെ മുഴുവൻ തിന്ന് തീർത്തുകൊണ്ട് വളരുന്ന മറ്റൊരു രാഷ്ട്രീയ മൃഗമാണ് ഫാഷിസം. അതിന് ജനാധിപത്യവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് BJP തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയല്ല ചെയ്യുന്നത്, BJP തെരഞ്ഞെടുപ്പ് സംവിധാനം ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തെ വിഴുങ്ങിക്കൊണ്ട് അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് ഭരണഘടന ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്നത്? അതായത് നമ്മൾ നേരിട്ട് അമെൻമെൻറ്റുകളിലൂടെയോ അല്ലെങ്കിൽ നാളെ തൊട്ട് ഇന്ത്യയിൽ ഭരണഘടനയില്ല, തെരഞ്ഞെടുപ്പില്ല എന്ന് പറഞ്ഞിട്ടല്ല BJP അല്ലെങ്കിൽ സംഘപരിവാർ ഹിന്ദുത്വ ഐഡിയോളജിയെ ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അത് രണ്ട് പ്രക്രിയകളിലൂടെയാണ് കടത്തിവിടുന്നത്. ഒന്ന്, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിൽ ക്ഷമയോടുകൂടി ഈ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നിരന്തരമായ പ്രയോഗത്തിലൂടെ, വിഷപ്രയോഗത്തിലൂടെ അത് ഈ രാഷ്ട്രീയ അധികാരത്തിന്, ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിന് ഇന്ത്യയെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള ഒരുപക്ഷെ അന്താരാഷ്ട്ര ക്രിമിനൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെയും അന്താരാഷ്ട്ര കൺവെൻഷൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനോസൈഡിൻ്റെ പേരിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തി വിചാരണ ചെയ്യപ്പെട്ടിട്ട് ശിക്ഷിക്കപ്പെടേണ്ട തരത്തിലുള്ള കുറ്റവാളികളായ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നമ്മളുടെ വിശ്വഗുരുക്കന്മാരുമായിട്ട് ആദരിക്കപ്പെടുന്നത് ഈ പാകപ്പെടുത്തലിലൂടെയാണ് എന്നുള്ളതാണ് കാര്യം. നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ഭരണഘടനയുടെ അന്തസത്തയെ ചോർത്തിക്കളയുന്നത്? അതായത് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ്, ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന്മാരുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യനൊരു കൂട്ടം, ഒരു പറ്റം, ഒരു കൂട്ടം എന്നുള്ള നിലയിൽ നിന്നും ഒരു സമൂഹമായി മാറുമ്പോൾ അതിലുണ്ടാവുന്ന ആദ്യ നിയമങ്ങളാണ്. അതിൽ നിന്നും വെറും മനുഷ്യർ എന്നുള്ള നിലയിലേക്ക് മൃഗ സമാനമായ ജീവിതത്തിൽ നിന്നും ഒരു സമൂഹമായി മാറുകയും ആ സമൂഹത്തിൽ ഒരു ദേശരാഷ്ട്രം എന്നുള്ള രൂപത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് പൗരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പനം, പൗരൻ ഒരു രാഷ്ട്രീയ സങ്കല്പനമാണ്. അത് അവകാശങ്ങളോടുകൂടി അധികാരങ്ങളോടുകൂടി ഒരു രാഷ്ട്രത്തിലുണ്ടാകുന്ന ഒന്നാണ് പൗരൻ. ഈ പൗരൻ ആരായിരിക്കണം എന്നുള്ളതിൻ്റെ നിർവചനമാണ് വാസ്തവത്തിൽ ഒരു റിപ്പബ്ലിക്കൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിലെ പൗരൻ എന്ന് പറയുന്നത് ഒരു മതേതര പൗരനാണ്, ഒരു സെക്യുലർ സിറ്റിസൺ ആണ്. ഈ ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി നിലനിൽക്കുന്ന അതിൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഏറ്റവും നെടുന്തൂണായി ഈ പൗരസങ്കല്പനം എന്നുള്ളതിൽ ആ പൗരൻ ഒരു സെക്യുലർ സിറ്റിസൺ ആണ്. ഇന്ത്യയിലെ പൗരൻ എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്ന് മതമായി മാറ്റുന്നതോടുകൂടി ഇന്ത്യയുടെ ഈ സെക്യുലർ ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഈ സെക്യുലർ ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽസിനെയും അതിൻ്റെ സ്തംഭങ്ങളിൽ ഒന്നിനെയും ഈ ഫാഷിസ്റ്റുകൾ തകർത്ത് കളയുകയാണ്. അതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ്. അത് മതമായി അതിൻ്റെ ഒരു മതം മാനദണ്ഡമാക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ കോടതികൾ. നമ്മൾ സുപ്രീം കോടതിയെ നോക്കിയാൽ അറിയാം, സുപ്രീം കോടതി മാത്രമല്ല, ഹൈക്കോടതി അടങ്ങുന്ന ഭരണഘടനാ കോടതികളിലെ ജഡ്ജസിൻ്റെ നിയമനം. ഇപ്പോൾ കൊളീജിയൻ സിസ്റ്റത്തിന് എന്തെല്ലാം പോരായ്മ ഉണ്ടെങ്കിലും BJP അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായ രീതിയിലാണ്, വളരെ ഡയറക്റ്റായിട്ടുള്ള രീതിയിലാണ് ജഡ്ജിമാരുടെ നിയമനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊളീജിയത്തിനെ നേരിട്ട് സ്വാധീനിക്കും. 21 ചന്ദ്രചൂഡിൻ്റെ കാലത്ത് 21 പേരുടെ പട്ടിക, 23 പേരുടെ പട്ടിക കൊളീജിയം അയച്ചിൽ 19
പേരുടെ പട്ടികയാണ് കോടതി തിരിച്ചയച്ചത്. അഖിൽ ഖുറേഷി എന്ന് പറയുന്ന അമിത്ഷായെ അവിടെ അയാളുടെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകത്തിൻ്റെ പേരിൽ അമിത്ഷായെ അതിൽ ജയിലിലേക്ക് അയച്ച, അന്ന് ജാമ്യം കൊടുക്കാതെ ജയിലിലേക്ക് അയച്ച ജസ്റ്റിസ് അഖിൽ ഖുറേഷിയെ മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കി നിയമിക്കാനുള്ള ശുപാർശ തള്ളുകയും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതികളിലൊന്നായ ത്രിപുരയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് മാറ്റുകയും അദ്ദേഹത്തെ ഒരിക്കൽ പോലും സുപ്രീം കോടതിയിലേക്ക് എലവേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമായാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, അതായത് നോക്കുമ്പോഴോ ഭരണഘടനയിൽ അമെൻമെൻ്റ് ഒന്നുമില്ല, പക്ഷെ വിധി പറയുന്ന ജഡ്ജി അയോധ്യ വിധിക്ക് മുമ്പ് താൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും റിഗ്രസീവായ സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്നും നടത്തിയ ചന്ദ്രചൂഡ് അവിടെ ഇരിക്കുന്നു എന്ന് അവർ ഉറപ്പുവരുത്തും. ചന്ദ്രചൂഡ് CJI ആയിട്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ലിബറൽ ജഡ്ജ് എന്ന് ആളുകൾ ധരിച്ചിരുന്ന, ഇന്ത്യയിലെ ലിബറൽ ഡെമോക്രാറ്റ് എന്ന് ആളുകൾ ധരിച്ചിരുന്ന ചന്ദ്രചൂഡ് അയാൾ പദവിയിലിരിക്കുമ്പോൾ പ്രധാനമന്ത്രി, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുമായിട്ട് വേണ്ട ജനാധിപത്യപരമായ ചെക്ക് ആൻഡ് ബാലൻസിൻ്റെയും വേർതിരിവിൻ്റെയും ഓട്ടോണമിയുടെയും എല്ലാവിധ ജനാധിപത്യ ഔചിത്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം എന്താ ഗണേശ പൂജയോ മറ്റാണ് അയാളുടെ വീട്ടിൽ നടത്തിയത്. ഇതുപോലെ ഇത് ഫാഷിസത്തിൻ്റെ സ്വാഭാവികവൽക്കരണമാണ്. ഫാഷിസ്റ്റ് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ഏതാണ്ട് ഒന്നാക്കി മാറ്റുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു ഡൽഹി കലാപത്തിൽ. നമ്മുടെ ഞാൻ അതുകൂടി പറഞ്ഞ് അതിൻ്റെ രണ്ടാം റൗണ്ടിലേക്ക് നമുക്ക് കടക്കേണ്ടതുകൊണ്ട് ഒരാൾ കൂടി സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഉമർ ഖാലിദ് ജഡ്ജ്മെൻറ്റ് നിങ്ങളെല്ലാം കേട്ട് കാണും. ഏതാണ്ട് 5.5 കൊല്ലമായി ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നൊക്കെ പറയുന്ന 7 പേര് തടവിൽ 5.5 കൊല്ലമായിട്ട് ഡൽഹി കലാപത്തിൻ്റെ പേരിൽ ഏതാണ്ട് 58 പേർ കൊല്ലപ്പെടുകയും അതിൽ 4-ൽ 3 പേരും മുസ്ലിങ്ങളാവുകയും ചെയ്യുന്ന ഒരു കലാപത്തിൽ കേസെടുത്ത് അകത്തായത് മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഡൽഹി കലാപത്തിൽ ആ കലാപക്കാലത്ത് അതിൽ കൊല്ലപ്പെടുന്നവരെയും ഇരകളാക്കപ്പെടുന്നവരെയും ഡൽഹി അഡ്മിനിസ്ട്രേഷൻ സഹായിക്കണമെന്ന് പറഞ്ഞ് പാതിരാത്രി സിറ്റിംഗ് നടത്തി ഉത്തരവ് കൊടുത്തതിൻ്റെ പേരിലാണ് ജസ്റ്റിസ് മുരളീധരനെ പിന്നെ ഒരിക്കൽ പോലും സുപ്രീം കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്യാത്ത അദ്ദേഹം ഒഡീഷ ഹൈക്കോടതിയിൽ നിന്നാണ് പിന്നീട് വിരമിച്ചത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഉമർ ഖാലിദിൻ്റെ കേസിൽ ഇപ്പോൾ UAPA എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശ വിരുദ്ധവുമായ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, UAPA 1967. ഇതിൽ 43D5 എന്ന് പറയുന്ന UAPAയുടെ ജാമ്യ വകുപ്പ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ എന്താണോ പറയുന്നത് അത് പ്രിമാ ഫേസി അംഗീകരിക്കുക എന്ന് മാത്രമാണ് കോടതിയുടെ ചുമതല. ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് ഏതാണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ജുഡീഷ്യൽ റിവ്യൂവിനെ തള്ളിക്കളയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമമാണ്. അതായത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷൻ്റെ പുറത്ത് പ്രോസിക്യൂട്ടോറിയൽ വീറ്റോ ഏർപ്പെടുത്തുന്ന ഒരു നിയമവും വാസ്തവത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കാൻ പാടില്ല. പക്ഷേ UAPA അങ്ങനെ ഒന്നാണ്. ഈ UAPA നിയമം അനുസരിച്ച് ഇവരുടെ പേരിൽ കേസുകൾ എടുക്കുകയും അതിന് ബേല ത്രിവേദി എന്ന് പറയുന്ന ഒരു ജഡ്ജ് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ ബെഞ്ചിൽ നിന്നും, ഗുജറാത്തിലെ ലോ സെക്രട്ടറി മറ്റോ ആയിരുന്നു ബേല ത്രിവേദി മോദിയുടെ കീഴിൽ, അവരിവിടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വന്നിട്ട് അവരുടെ ബെഞ്ചിൽ നിന്നും ഇനി ഞങ്ങൾ ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഇവിടെ മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി. ഇതാണ് പ്രശ്നം. ജുഡീഷ്യറിയിൽ നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ കൊടുത്ത് സക്കിയ ജാഫ്രിയുടെ കേസിൽ അതിനെ സഹായിക്കുകയും അത് സുപ്രീം കോടതിയിൽ വീണ്ടും ആ പോരാട്ടം എത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ടിസ്റ്റ സെതൽവാദിനെതിരെയും ശ്രീകുമാറിനെതിരെയും കേസെടുക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് പറഞ്ഞത്. മധ്യേന്ത്യയിൽ ആദിവാസികൾക്കെതിരെ മാവോയിസ്റ്റ് വേട്ട നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികളെ കൊന്നത് അതൊരു വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ആദിവാസികളടക്കമുള്ളവർ കൊടുത്ത ഹർജിയിൽ സുപ്രീം കോടതിയിലെത്തുമ്പോൾ അവിടെ ആ ഹർജി കൊടുക്കുന്നതിന് ഒപ്പം നിൽക്കുകയും നിന്ന ഗാന്ധിയൻ കൂടിയായ ഹിമാംശു കുമാറിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റിസ് ഖാൻവിൽക്കർ എക്സിക്യൂട്ടീവിനോട് ആവശ്യപ്പെടുന്നത്. അതായത് ഭരണഘടനാ കോടതിക്ക് മുമ്പിൽ സ്റ്റേറ്റ് ഞങ്ങളുടെ മനുഷ്യാവകാശങ്ങളും ഞങ്ങളുടെ പൗരാവകാശങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സും നിഷേധിക്കുന്നു എന്ന് പറഞ്ഞെത്തുന്ന മനുഷ്യരുടെ പരാതിക്കാരുടെ മുമ്പിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടി കോടതിയിലെത്തുന്നവരെ ഭരണഘടനാ കോടതി പറയുന്നത് പോലീസിനോട് കേസെടുത്ത് ഇവനെ പിടിച്ചകത്തിടൂ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പിന്തിരിപ്പനായ ഭരണഘടനാ കോടതിയുടെ നാടകങ്ങളിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഫാഷിസ്റ്റുകൾ ഇന്ത്യയിലെ ഭരണഘടനയെ ഹിന്ദുത്വവൽക്കരിക്കുന്നത്. അതായത് ഒരു സ്വാഭാവികമായ പ്രക്രിയയോട് പോലെ ഒരു സ്വാഭാവികമായ പ്രക്രിയയായി ഫാഷിസം മാറ്റപ്പെടുകയും ഫാഷിസം നമ്മളുടെ അയൽക്കാരനാവുകയും നമ്മുടെ സുഹൃത്താവുകയും അയാൾക്ക് ദംഷ്ട്രകളുണ്ടെന്നും ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രക്രിയ ദംഷ്ട്രകളുള്ള ജനാധിപത്യത്തെ തിന്നൊതു കൊഴുക്കുന്ന ജനാധിപത്യത്തിനെ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ മൃഗമാണെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കുകയും അവരുമായി നമ്മൾ കളിക്കുന്ന കളി തുല്യനിലയിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നത്. ആ നോർമലൈസേഷനാണ് ഇന്ത്യയിലെ ഭരണഘടനയിലേക്കും അവർ കടത്തിക്കൊണ്ടുവരുന്നത്.
ശുഭീകരിക്കൽ നമ്മുടെ ഭരണഘടന ഇങ്ങനെ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത് സ്വതന്ത്ര ചിന്തകരല്ലേ? സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നതിനല്ലേ ഏറ്റവും കൂടുതൽ വിലക്കപ്പെടുന്നത്? പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പോലുള്ള ഒരു രാഷ്ട്രത്തിൽ അത് അവിടുത്തെ ഭരണഘടന മതവൽക്കരിക്കപ്പെട്ട ഭരണഘടനയാണ്. അവിടെ അറിയാം എത്രയോ സ്വതന്ത്ര ചിന്തകരെ വെട്ടിക്കൊന്നത്. ഇന്ത്യയിലാണെങ്കിൽ ഇവിടെയും ഈ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഭരണകൂടം വന്നപ്പോൾ ഇവിടെയും കൊല ചെയ്യപ്പെട്ടത് പ്രധാനമായും സ്വതന്ത്ര ചിന്തകരല്ലേ? അവരുടെ ആ കൊല ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ കൊന്നവർ അവർ ശിക്ഷിക്കപ്പെട്ടെന്ന് പോലും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ മതവൽക്കരിക്കപ്പെട്ട ഒരു ഭരണഘടന വന്നാൽ സ്വതന്ത്ര ചിന്തകരെ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും 3 പേരും നിയമ വിദഗ്ധരാണ്. അവർ ഭരണഘടനയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യം നമ്മൾ അതിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടൈറ്റിലിൽ കോൺസ്റ്റിറ്റ്യൂഷനെ വലുതായിട്ട് ഹിന്ദുത്വവൽക്കരിക്കാൻ അവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനെ ബേസിക്കായിട്ട് അവരെല്ലാം പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഒരു അന്തസത്ത അതിലുണ്ട്. കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിലനിൽക്കാനുള്ള സ്വയം ഡിഫെൻസ് അതിനുള്ള പ്രതിരോധ ശേഷിയുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാണ് സ്വതന്ത്ര ചിന്തകർ. പക്ഷേ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ തീരുമാനങ്ങളും ഈ പറഞ്ഞ പോലെ BJP ഗവൺമെൻറ് അല്ലെങ്കിൽ വാജ്പേയി ആണ് ഏറ്റവും കൂടുതൽ ഹജ്ജ് സബ്സിഡി കൊടുത്തതെന്ന് വരെ പറയുന്നു. ഇതുപോലെ പ്രീണിപ്പിക്കൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എടുക്കായിരിക്കും. പക്ഷേ ഫണ്ടമെൻ്റലായിട്ട് കാര്യമായ മാറ്റം വരുത്താൻ അവർക്ക് കഴിയില്ല എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് സ്വതന്ത്ര ചിന്തകർക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മതവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ചിന്തകർക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്ന ഇവർ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നറേറ്റീവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിൽ നിന്നും വേറിട്ടുള്ളതാണെന്നും ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണെന്നും ഇവിടുത്തെ ദേശീയതയും കൾച്ചറും ഒക്കെ ആയിട്ട് മാത്രം ബന്ധപ്പെട്ടതാണ് ഹിന്ദുത്വം എന്നും പറയുന്ന ഒരു നറേറ്റീവ് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഹിന്ദുയിസത്തിൽ നിന്നും വേറിട്ടതല്ല ഹിന്ദുത്വം. ഹിന്ദുയിസം എന്ന് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യ വിശ്വാസങ്ങളുമെല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ് ഹിന്ദുത്വം. പക്ഷെ പലരും വിശ്വസിക്കുന്ന അതുകൊണ്ടാണ് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അല്ല ഹിന്ദു വിശ്വാസി അല്ലാത്തവർക്കും അവർ പക്ഷേ നിരീശ്വരവാദിക്ക് വരെ വേണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ അംഗമാകാം അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കാമെന്നുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടാക്കാൻ കഴിയുന്നത് ഈ ഒരു വിശ്വാസം. ഇവിടെയാണ് സ്വതന്ത്ര ചിന്തകർ കൂടുതൽ നമ്മൾ ജാഗ്രതയോടെ അതിനെ കാണേണ്ടത്. കാരണം വലിയൊരു വിഭാഗത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു. ഏതാണ്ട് 3 വർഷത്തോളം, അതായത് 2 വർഷവും 11 മാസവും 18 ദിവസവും നടന്ന വലിയ ഡിബേറ്റുകൾക്ക് ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നമ്മൾ ഇത് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടുവരുന്നത്. 3 വർഷത്തോടടുത്തുള്ള ചർച്ച. ദൈവത്തെ പുറത്താക്കിയ കാര്യം പറഞ്ഞു. വോട്ട് ചെയ്ത് ഔട്ടാക്കിയ ഭരണഘടനയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദൈവം വേണ്ട, വിശ്വാസം വേണ്ട, മതം വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഭരണഘടനയ്ക്ക് തീർച്ചയായിട്ടും മതവുമായി യാതൊരു ബന്ധവുമില്ല. മതത്തിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന, പക്ഷേ ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജി തന്നെ ഏറ്റവും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയുടേത്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് സ്ഥിരം പറയാറുണ്ട്. ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യൻ ഫ്രീഡം എന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യൻ ലിബർട്ടി എന്ന് പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്? അപ്പോൾ ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് പാശ്ചാത്യ സെക്യുലറിസത്തിൽ നിന്നും വേറിട്ടതാണ്, മതങ്ങളെ താലോലിക്കുന്ന അല്ലെ മതങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നതാണെന്നുള്ള തെറ്റായ നറേറ്റീവ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് ഗവൺമെൻറ് മാറി വന്നാലും ഇത് തന്നെയായിരിക്കും ഫലം. കാരണം ബീഫ് നിരോധനം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ നടത്തി. BJP ഭരിക്കുന്ന സമയത്ത് അവർ വീണ്ടും അതുപോലെ ചെയ്യുന്നു. ഇനി മറ്റൊരു ഗവൺമെൻറ് വന്നാലും വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് സ്വീകരിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുന്നു. സവർക്കറുടെ പുസ്തകം ഹു ഈസ് എ ഹിന്ദു എന്ന് പറയുന്ന പുസ്തകം 1923 പബ്ലിഷ് ചെയ്യുന്നത് തോന്നുന്നു സർ. അതിനുശേഷം 1950 അതായത് 27 വർഷത്തിന് ശേഷമാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുൻപുള്ള ഈ നടന്ന ചർച്ചകൾക്കൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള തെറ്റായ ഒരു ചിന്താധാരയിൽ നിന്നാണ് 23 പുസ്തകം ഉണ്ടായത്. ആ പുസ്തകത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇതാണ് നമ്മുടെ പാരമ്പര്യം, പിതൃഭൂമി, പുണ്യഭൂമി എന്നൊക്കെ പറയുന്ന നമ്മുടെ സംസ്കാരമാണ്. ഇത് മതമല്ല, വിശ്വാസമല്ല, ദൈവികതയല്ല, നമ്മുടെ പാരമ്പര്യമാണ്, സംസ്കാരമാണ് എന്നുള്ളൊരു തെറ്റായ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നിടത്തോളം, BJPക്ക് അത് കഴിയുന്നിടത്തോളം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഹിന്ദുത്വ പാർട്ടികൾക്ക് അത് കഴിയുന്നിടത്തോളം തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. പക്ഷേ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ ഫണ്ടമെൻ്റലായിട്ട് മാറ്റാൻ അവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം കോടതി തീർച്ചയായിട്ടും അത് ഡിഫെൻഡ് ചെയ്യും.
അതുപോലെ അതിന് ഡിഫെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ രൂപപ്പെട്ട് വരികയും ചെയ്യും. സ്വതന്ത്ര ചിന്തകർ ഇപ്പോൾ നമ്മൾ ചോദിച്ച പോലെ എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്തകർ ഇതിനെ ഏത് രീതിയിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേതൊരു സ്റ്റേറ്റിലെയും കാര്യം പറയുന്നു. സ്വതന്ത്ര ചിന്തകർ ഇതിന് ഇരയാകേണ്ടി വരുന്നു. ഇപ്പോൾ കർണാടകയിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഇതുപോലെയുള്ള ഹിന്ദുത്വവൽക്കരണത്തിനെതിരെ പ്രതികരിച്ചവരെ കൊലപ്പെടുത്തിയ കേസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഡബോൾക്കറിൻ്റെയൊക്കെ എത്രയോ കേസുകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആശങ്കയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ സെൽഫ് ഡിഫെൻസ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട വിദ്യാഭ്യാസത്തിലും കരിക്കുലം ഫ്രെയിംവർക്കിലും ഒക്കെ തീർച്ചയായിട്ടും അവർ പുതിയ പുതിയ പരിണാമ സിദ്ധാന്തം എടുത്ത് മാറ്റുക. ഇപ്പോൾ രാവിലെ നമ്മളിവിടെ യുവാക്കളുടെ ചർച്ച നടന്നു. അതിൽ പീരിയോഡിക് ടേബിൾ ഇല്ല കെമിസ്ട്രിയിൽ, മനസ്സിലായി. ഭൗതിക ശാസ്ത്രങ്ങളുടെ പ്രസക്തി കുറച്ച് കൊണ്ടുവന്നിട്ട് പാരമ്പര്യ ശാസ്ത്രം അവിടേക്ക് കയറ്റുന്ന ആയുഷ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. മെഡിക്കൽ സയൻസിൽ ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദം, അതുപോലെ യോഗ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അറിവുകളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്ന വളരെ എന്താ പറയുന്നത് വളരെ വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസത്തിൽ വരും, സംസ്കാരത്തിൽ വരും, കലകളിൽ വരും. ഇപ്പോൾ തൊട്ട് മുൻപ് നടന്ന ചർച്ച, സജീവൻ നടത്തിയ ചർച്ചയിൽ സിനിമയിലേക്ക് കടന്നു വരുന്നതൊക്കെയാണ്. പഴയ വിശ്വാസങ്ങൾ, യക്ഷിക്കഥകൾ സിനിമയിലേക്ക് വരികയാണ്. അത് സ്വീകരിക്കുന്ന ഒരു സമൂഹം ഇവിടെ രൂപപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കടന്നു വരും. പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശേഷി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ് സ്വതന്ത്ര ചിന്തകരെ മുന്നോട്ട് നയിക്കുന്നത്. താങ്ക് യു. നമുക്കത് കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓരോരുത്തരും 1-2 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്ത് നമുക്കിത് അവസാനിപ്പിക്കാം. ശ്രീ ഷിബു പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്കൊരു വിയോജിപ്പല്ല, അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. അതായത് ഈ ഭരണഘടന ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, എത്ര നല്ല ഭരണഘടനയാണെങ്കിലും അതാരാണത് വർക്ക് ചെയ്യുന്നത്, ആരാണ് ഈ ഭരണഘടന പ്രാവർത്തികമാക്കുന്നത്, അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ലൊരു ഭരണഘടന എഴുതി വെച്ചാലും അതിനെ പ്രവർത്തിപ്പിക്കുന്നവർ മോശമായിട്ടാണത് നടപ്പാക്കുന്നതെങ്കിൽ ഭരണഘടനയെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഭരണഘടനയ്ക്ക് സെൽഫ് ഡിഫെൻസ് എന്നൊരു ഇതില്ല. നമ്മളിതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം. നമ്മുടെ കൈകളിലാണ്, ജനങ്ങളുടെ കൈകളിലാണ് അധികാരം വന്നിരിക്കുന്നത്. ജനാധിപത്യം എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ അതാണ്. അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഇത്. നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം യുക്തിവാദത്തിൻ്റെ കണ്ണിലൂടെ പറഞ്ഞ ശ്രീ PM ഭാർഗവയൊക്കെ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ആ സയൻറ്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്ന് പറയുന്ന റിഫോം, ഈ കാര്യങ്ങളൊക്കെ ഇതിനെയെല്ലാം തമസ്കരിക്കുന്ന അതാണ് ഈ റിലീജിയസ് ഐഡിയോളജി എന്ന് പറയുന്ന ഹിന്ദുത്വയും. ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുത്വം ആയതുകൊണ്ടാണ് ഹിന്ദുത്വയെ പറ്റി പറയുന്നത്. ബംഗ്ലാദേശിൽ നമ്മളിപ്പോൾ കണ്ടു, എല്ലാവരും ആഘോഷിക്കുന്നത് ജമായത്തെ തോറ്റുപോയെന്നാണ്. പക്ഷേ നിരോധനം ഉണ്ടായിരുന്നൊരു സംഘടന, മാസ് മർഡർ, ആഴ്സൺ, അത് ആളുകളെ കൊല്ലുകയും തീ വെച്ച് കൊല്ലുകയും, റേപ്പ് ആസ് എ പൊളിറ്റിക്കൽ വെപ്പൺ. ഞങ്ങൾ ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ നമ്മളൊരു IA ഫയൽ ചെയ്തിരുന്നു. അപ്പം ബംഗ്ലാദേശ് സുപ്രീം കോടതിയുടെ വിധി എടുത്ത് സൈറ്റ് ചെയ്തു. അതിൽ ജമായത്തെ ഇസ്ലാമിയെ നിരോധിക്കാനുള്ള കാരണം റേപ്പ് ആസ് എ പൊളിറ്റിക്കൽ വെപ്പൺ ഉപയോഗിച്ചിരുന്നു. കൂട്ടക്കൊലപാതകങ്ങൾ, തീവെപ്പ്, ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ജമായത്തയുടെ നിരോധനം നീക്കിയാണ് ഇപ്പോൾ അവരെ മുഖ്യ പ്രതിപക്ഷമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമീപ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന, തൊട്ടയൽ രാജ്യങ്ങളിൽ നടക്കുന്ന, പാകിസ്ഥാനിൽ ഇപ്പോൾ ആർമി ചീഫ്, അതിൽ എലക്റ്റഡ് ആയിട്ടുള്ള ഒരു മുൻ പ്രധാനമന്ത്രി ജയിലിൽ 85% കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഇമ്രാൻഖാൻ കിടക്കുന്നു. ഇതെല്ലാം മതത്തിൻ്റെ അതിപ്രസരം, മതത്തെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, അതൊരു പ്രത്യേക കാര്യം കൂടെ നമ്മൾ സൂക്ഷിക്കുന്ന, ചരിത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ രൂപീകൃതമായ രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ഒരു മതത്തിൻ്റെ പേരിൽ രൂപീകൃതമായ രാജ്യം പെട്ടെന്ന് രണ്ടാമത് ബംഗ്ലാദേശ് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് വിഭജിക്കപ്പെട്ടത്? ആ ഭാഷയുടെ ഒരു പ്രശ്നം വന്നു. ഉറുദു ഭാഷ എല്ലാവരും സംസാരിക്കണം എന്നുള്ള ഒരു നിബന്ധന വന്നപ്പോൾ ബംഗ്ലാ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രക്ഷോഭം, അതിലൂടെയാണ് വേറൊരു രാജ്യമായിട്ട് മാറുന്നത്. ശ്രീലങ്കയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും വൈവിധ്യമുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള, ഏറ്റവും കൂടുതൽ വിവിധ സംസ്കാരങ്ങളും സമ്പന്നമായിട്ടുള്ള ഒരു മിശ്രിതമായിട്ടുള്ള സംസ്കാരവും പല മതവിശ്വാസങ്ങളുമുള്ള ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇതേപോലെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സെക്കുലറായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു ആ ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോയ സമയത്ത്. നേരത്തെ ശ്രീ പ്രമോദ് പുഴങ്കര പറഞ്ഞതുപോലെ ആ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയധാര ഉണ്ടായിരുന്നു. കാരണം നേരിട്ട് കൺമുന്നിൽ ഇതുപോലുള്ള വിഭജനവും അതിൻ്റെ
കമ്മ്യൂണൽ ലഹളകളും ഒക്കെ കാണുന്നവരാണ് ഇത് നമുക്കിങ്ങനെ മതി, ഭരണഘടന എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്ന ഒരു ഭരണഘടന മതി എന്ന് തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് സ്ലോലി ഇപ്പം ഹിന്ദുത്വ രീതിയിലേക്ക്, പഴയ രീതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതി എന്താണ് ഹിന്ദുത്വ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത്? ഹിന്ദുത്വ ഒരു വേ ഓഫ് ലൈഫാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി ഡിഫെൻഡ് ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസമൊന്നും എനിക്കില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിനു വേണ്ടി പ്രതികരിക്കുകയും ആ തെറ്റായ വിധികളെയൊക്കെ തിരുത്താനും മുന്നിട്ടിറങ്ങണം. 1-2 എക്സാമ്പിൾസ് ശ്രീ പ്രമോദ് പുഴങ്കര പറയും. അതിന് സബ്റ്റിലായിട്ടുള്ള ഒരു ബേസിസ് ഉണ്ട്. ഇതിന് അവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ഉള്ളിലുള്ള ധാരണകളും ആ ജനാധിപത്യ സംവിധാനത്തിലൂടെ അല്ലാതെ നോൺ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെക്കാനിസത്തിലൂടെ ഈ ഏറ്റവും വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നവർ അമ്പലങ്ങളിൽ തോറും കയറി ഇറങ്ങി നടന്നിട്ട് മുൻ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡ് പറഞ്ഞത് മഹാത്മാഗാന്ധി ചെയ്തതുപോലെ ഞാനിങ്ങനെ ജനങ്ങളൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഈ ധ്വജം കാണുമ്പോൾ എനിക്ക് ഭരണഘടനയുടെ മൂല്യങ്ങളാണ് ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ രാമചന്ദ്ര ഗുഹ ഒരു ആർട്ടിക്കിൾ എഴുതി. അദ്ദേഹം പറഞ്ഞു ഈ ഹിന്ദുത്വവും ഭരണഘടനയിലെ മൂല്യങ്ങളും തമ്മിൽ ഒരു സാദൃശ്യവുമില്ല. ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന അസമത്വമാണ്, അസമത്വം ശ്രേണീകൃതമാണ്. മഹാത്മാഗാന്ധി ഇങ്ങനെ അമ്പലങ്ങളിൽ തോറും കയറി ഇറങ്ങി നടന്നിട്ടില്ല. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? എല്ലാ മതത്തിലെയും വിശ്വാസങ്ങളിൽ എല്ലാ പ്രാർത്ഥനകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നു. അതൊന്നും ചന്ദ്രചൂഡ് ചെയ്യണ്ട. പക്ഷേ അദ്ദേഹം കുറഞ്ഞ പക്ഷം ഒരു ഹിന്ദുത്വ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കാതിരിക്കുക. കാരണം അത് ചരിത്രപരമായിട്ട് തെറ്റാണ്. അദ്ദേഹം എഴുതി, ഞാൻ ചരിത്രകാരനാണ്, ലോയർ വല്ല ജഡ്ജി വല്ല. പക്ഷേ മഹാത്മാഗാന്ധി ഒരിക്കലും ഹിന്ദുത്വത്തിൻ്റെ കണ്ണിലൂടെയല്ല റിഫർമേഷന് ശ്രമിച്ചത്. മഹാത്മാഗാന്ധി ഇതിനെ എതിർത്തപ്പോഴാണ് പുരി ശങ്കരാചാര്യരൊക്കെ ഇത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിക്കലിൽ അളക്കുന്ന പരിപാടിയാണ് ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി ഒരു നോൺ ഹിന്ദു ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതി. അപ്പോൾ ഗാന്ധിജിയെ കോട്ട് ചെയ്തിട്ട് ചീഫ് ജസ്റ്റിസ് ഞാൻ ഇവിടെ ഗാന്ധിജി ചെയ്തതുപോലെ ജനങ്ങളിലേക്ക് ഇതിൻ്റെ സമത്വത്തിൻ്റെ ആശയങ്ങൾ, ഭരണഘടനയുടെ ആശയങ്ങൾ ഇറക്കാൻ അമ്പലങ്ങളിൽ കയറി ഇറങ്ങി നടക്കുകയാണെന്ന് പറയുന്നത് വളരെ ചരിത്രപരമായിട്ട് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ ആശയങ്ങളുള്ളവരാണ് കൂടുതലും ഭരണസ്ഥാനങ്ങളിലെ പ്രധാന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നെങ്കിൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഫാസിസം ആണെങ്കിൽ നമുക്ക് ഒരു വ്യക്തി ഫാസിസ്റ്റ് ആണെങ്കിൽ തിരിച്ചറിയാം, ട്രംപിനെ തിരിച്ചറിയാം. റിപ്പബ്ലിക്കൻ പാർട്ടി എന്തെങ്കിലും അതുപോലുള്ള ആശയങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തിരിച്ചറിയാം. പക്ഷേ ഇന്ത്യയിൽ ഇതൊരു സാമാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ബാക്കി പാർട്ടികൾ പറയുന്നതാണ് ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, കുറച്ചുകൂടി മൈൽഡായിട്ട് മൃദുവായിട്ട് ചെയ്യുകയാണ്, മൃദു ഹിന്ദുത്വമാണ്. അപ്പോൾ പാകിസ്ഥാനിലൊക്കെ കാണുന്നതിനൊരു വേറൊരു വെർഷനാണ്. അവിടെ കടുത്ത ഇസ്ലാമിസ്റ്റുകളുണ്ട്, കുറച്ച് തീവ്രത കുറഞ്ഞവരുണ്ട്, നല്ല സെക്കുലറായിട്ടുള്ള ഇസ്ലാം പറയുന്നവരുണ്ട്. അതുപോലെ ഇന്ത്യയിലും ഇപ്പം ഹാർഡൻഡ് ആയിട്ടുള്ള ഹിന്ദുത്വത്തിൻ്റെ അങ്ങേയറ്റം പറയുന്നവർ, അവരെ തള്ളി പറഞ്ഞുകൊണ്ട് മോഹൻ ഭഗവത്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സെക്കുലറാണ്. BJP സെക്കുലറായി. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും തീവ്രമായിട്ട് ഇവിടെ ഹിന്ദുത്വം പറയുന്നവരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പാർട്ടിയും സെക്കുലറിസം എന്നുള്ള വാക്ക് പറയുന്ന പോലുമില്ല. അതിനകത്ത് ഈ പറയുന്ന റാഷണലിസ്റ്റുകളാണ് ഏറ്റവും വലിയ നമ്മളെ തിരിച്ചടി നേരിടാൻ പോകുന്നത്. കാരണം ഈ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴും മത തീവ്രവാദികൾ ഭരണം കൈയാഴുമ്പോഴും ആദ്യം ഒരു ഉന്നം വെക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യുന്നവരാണ്. ചോദ്യം ചെയ്യുന്നവർ എപ്പോഴും റാഷണലിസ്റ്റുകളാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഇതിനുവേണ്ടി പ്രതികരിക്കാനും മുന്നിൽ നിൽക്കാനുള്ള ബാധ്യത നമുക്കാണ് ഏറ്റവും കൂടുതൽ. അഡ്വക്കേറ്റ് അനിൽകുമാർ. ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം ശക്തിപ്പെടണം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മതമാണ്. അത് ഏത് മതമായാലും. അപ്പോൾ മതങ്ങൾ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മതങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനാധിപത്യം ദുർബലപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് ഭരണഘടന ഇല്ലാതാവും. ആ ഒരു ഭീഷണിയുടെ ഒരു മറവിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് ശുദ്ധ മതേതരത്വമാണ്. ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ബദലായിട്ട് ന്യൂനപക്ഷ വർഗീയതയെ കുറച്ച് കാണിക്കുന്നത് പോലും തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ ഇന്ന് ലോകം വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് മാത്രമായിട്ടോ ഇന്ത്യക്ക് മാത്രമായിട്ടോ ഒരു പ്രത്യേക രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം എന്നുണ്ടെങ്കിൽ ഭൂഗോള തലത്തിൽ ഒരേ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും മതത്തിൻ്റെ ഒരു സ്വാധീനം വന്നിട്ടുണ്ട്. ഈ മതമാണ് ലോക സമാധാനത്തിന് ഭീഷണിയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് നമ്മൾ മതങ്ങളെ പൂർണ്ണമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട്, മതമെന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരാണ്, സെക്കുലറിസത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ്. അപ്പോൾ അത് ആ രീതിക്ക് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മതങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ശുദ്ധ മതേതരത്വവും അതുപോലുള്ള ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുകയും നമ്മളുടെ അടുത്ത തലമുറയെ അങ്ങനെ ചിന്തിക്കുവാനും, ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഭരണഘടന ഇന്ത്യയുടെ സ്കൂളുകളിലൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറ്റുക എന്നുള്ളതാണ്. സ്കൂളുകളിൽ ഭരണഘടന പഠിപ്പിക്കണം. നമ്മുടെ മൗലിക കർത്തവ്യങ്ങളൊക്കെ തന്നെ സ്കൂളുകളിൽ നമ്മുടെ ഒരു 7ാം ക്ലാസ്സിലോ 8ലോ 9ലോ ഒക്കെ പഠിപ്പിക്കണം. സാമൂഹ്യ ശാസ്ത്ര പാഠത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ ഈ ഭരണഘടനയെക്കുറിച്ചും നമ്മുടെ ഈ മൗലികമായിട്ടുള്ള സെക്കുലറിസത്തെക്കുറിച്ചും ഹ്യൂമാനിസത്തെക്കുറിച്ചും, നമുക്കറിയാം ഹ്യൂമനിസം
ലോകത്തിൽ നിന്ന് യുക്തിവാദം എന്ന് പറയുന്ന ആശയത്തിന് പകരം വയ്ക്കുന്ന വാക്കാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇന്ന് ഇൻ്റർനാഷണൽ ഹ്യൂമനിസ്റ്റ് ആൻഡ് എത്തിക്കൽ യൂണിയൻ, ആ ലോക സംഘടനയുടെ പേര് പോലും ഹ്യൂമനിസം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. റാഷണലിസം എന്ന് പറയുന്ന വാക്ക് മാറിയിട്ട് ഹ്യൂമനിസം വന്നിരിക്കുന്നു. ആ ഹ്യൂമനിസം 40 വർഷം മുമ്പേ നമ്മുടെ ഭരണഘടനയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഹ്യൂമനിസത്തെക്കുറിച്ച് ഒരു ഹ്യൂമൻ സെൻറ്റേർഡ് സൊസൈറ്റി, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൊസൈറ്റി, ഒരു സമൂഹമാണ് വേണ്ടത്. മതകേന്ദ്രീകൃതമാവാൻ പാടില്ല. അങ്ങനെ മതങ്ങളെ എതിർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവസങ്കല്പത്തെ എതിർക്കേണ്ടതുണ്ട്. ആ രീതിക്ക് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വ്യക്തമായിട്ടുള്ള സന്ദേശം കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കർ. ഇതിലിപ്പോൾ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ പറയാവുന്ന 2 കാര്യം പറയാം. ഒന്ന് ഈ ഭരണഘടന എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്, രാഷ്ട്രീയ രേഖയാണ്. ദാറ്റ്സ് ആൻ ഓർഗാനിക് പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റ്. ദാറ്റ്സ് എ ലിവിങ് ഡോക്യുമെൻറ്റ്, ലിവിങ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. അതങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയല്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അമെൻമെൻറ്റ്സ് വരുത്തിയ ഭരണഘടനകളിലൊന്നാണ് ഇന്ത്യൻ ഭരണഘടന. ആരാണ് ഈ അമെൻമെൻറ്റ് വരുത്തുന്നത്? അമെൻമെൻറ്റ് വരുത്തുന്നത് പാർലമെൻറ്റാണ്. ആരാണ് പാർലമെൻറ്റിലിരിക്കുന്നത്? പാർലമെൻറ്റിലിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സംവിധാനം, അതിൻ്റെ നാനാവിധ പ്രക്രിയകളിലൂടെ ശതകോടീശ്വരന്മാരും ഇതുപോലുള്ള ഫക്കീറന്മാരും സ്വാമിമാരും ഒക്കെ കൂടി കുത്തിത്തിരിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ അവരാണ് അമെൻമെൻറ്റ് നടത്തുന്നത്. അങ്ങനെ പാർലമെൻറ്റിന് വിശുദ്ധിയില്ല, ഭരണഘടനയ്ക്കും വിശുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് ഭരണഘടന നമ്മളെ ആത്യന്തികമായി സംരക്ഷിക്കുമെന്ന് പറയുന്നത് മതവിശ്വാസത്തിൻ്റെ മറ്റൊരു പകർപ്പാണ്. മുത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വയ്ക്കുന്ന പോലെയാണ് ഭരണഘടന ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വയ്ക്കുന്നത്. അങ്ങനെയല്ല ഭരണഘടന ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. അതായത് രാഷ്ട്രീയ അധികാരം ആര് കൈയാളുന്നുവോ, രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ആളുകളാണ് ഭരണഘടനയിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് 75-77 കാലത്ത് കൊണ്ടുവന്ന അമെൻമെൻറ്റ് എന്തായിരുന്നു നമുക്ക് നോക്കിയറിയാം. ഈ 42nd അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഹൈക്കോടതികൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റിവ്യൂവിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള അമെൻമെൻറ്റ് കൊണ്ടുവന്ന കാലം നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ CAA വരുന്നത്. അതായത് ഭരണഘടന എന്ന് പറയുന്ന അമെൻമെൻറ്റിനുള്ള പവറുണ്ട്. ബേസിക് സ്ട്രക്ചറിൻ്റെ കേശവാനന്ദ ഭാരതിക്ക് ശേഷം ബേസിക് സ്ട്രക്ചറിനുള്ള നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് ഇന്ത്യയിൽ ഫാഷിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയാധികാരത്തിനോട് ഏറ്റുമുട്ടാതെ ഭരണഘടനയിൽ നമുക്ക് സുഖാലസ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ആശ്രിതത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ്റെ ഒരു രാഷ്ട്രീയ ജീവി എന്നുള്ള ഒരു നിലയിലുള്ള ചുമതലകളെ മറന്നു പോവുക കൂടിയാണ് ചെയ്യുന്നത്. ഒറ്റ ഉദാഹരണമായ കാര്യത്തിൽ ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇവർ കൊണ്ടുവരുന്നത്, അല്ലേ? അതിന് മുൻ പ്രസിഡൻ്റ് നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഏതാണ്ട് അതിൻ്റെ ഇതൊക്കെ പൂർത്തിയായി. അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള രാഷ്ട്രീയമായ മേൽക്കൈ പാർലമെൻറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് ഫാഷിസ്റ്റുകൾ ആ പരിപാടി കൊണ്ടുവരും. 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ അവസാനമാണത്. കേരളവും മണിപ്പൂരും ബംഗാളും ഗുജറാത്തും കാശ്മീരുമൊക്കെ ഒരേ തരം പ്രശ്നങ്ങളുടെയും ഒരേ തരം കാര്യങ്ങളുടെയും പേരിലാണ് ചർച്ച ചെയ്യേണ്ടതെന്നും ആ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഫാഷിസ്റ്റുകൾ നിർണ്ണയിക്കുന്ന അവരുടെ 10,000 കോടി രൂപയുടെ കോർപ്പറേറ്റ് സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ യന്ത്രത്തിനെ, ഒരു ഫാഷിസ്റ്റ് പൊളിറ്റിക്കൽ മിഷനറി നിശ്ചയിക്കുന്ന ഒരു പ്രൊപ്പഗൻഡയുടെയും ഒരു രാഷ്ട്രീയ പദ്ധതിയുടെയും ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് ഒരുമിച്ച് പോയി വോട്ട് ചെയ്യുക. നമുക്കൊക്കെ സുഖം, രാഷ്ട്രീയ ചിലവൊന്നുമില്ലല്ലോ. ഒരു ചെറിയ സ്മോൾ ബജറ്റ് സിനിമ പോലെ നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ജനാധിപത്യത്തിൻ്റെ ചിലവാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ചിലവെന്നാണ് നമ്മളെ ഫാഷിസ്റ്റുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഭയങ്കര ചിലവാണ്, നഷ്ടമാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, സമൂഹം ജീവിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ചിലവുകളോടുകൂടി രാവിലെ എണീറ്റ് നിന്നിട്ട് സെല്യൂട്ട് അടിച്ചു പോയിട്ട് പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വന്ന് കിടന്നുറങ്ങി രാവിലെ തലാമിന് വീണ്ടും എണീറ്റ് പോവുകയും ചെയ്യുന്നത് മൃഗതുല്യമായ എക്സിസ്റ്റൻസാണ്. മനുഷ്യർ ജീവിക്കേണ്ടത്, ഒരു സമൂഹമായി ജീവിക്കേണ്ടത് സംവാദങ്ങളിലൂടെയും ഓർഗാനിക്കായിട്ടുള്ള ജൈവികമായിട്ടുള്ള രാഷ്ട്രീയ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് ജീവിക്കേണ്ടത്. അതിന് ഇത്തിരി കാശ് ചിലവായാലും കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരം ആ കാശ് ചിലവാക്കലാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതിനാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറഞ്ഞ് ഇവർ വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണഘടന എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്, ഒരു ഓർഗാനിക് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ജൈവ രൂപം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഭരണഘടനയുടെ രൂപപ്പെടലുകൾ. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ജൈവഘടന ഫാഷിസത്തെ നോർമലായി കാണുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിൽ എത്തുന്നതോടുകൂടി ഭരണഘടനയുടെ രൂപം നമുക്ക് പതുക്കെ മാറാൻ കഴിയുന്നു. ഒരു ഫ്രാങ്കൻസ്റ്റീനാ ഈ സാധനം ഉണ്ടായി വരിക. അതുകൊണ്ട് ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം നമ്മൾ രാഷ്ട്രീയ സംവിധാനത്തെയും രാഷ്ട്രീയ അധികാരത്തെയും കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതിനെതിരെയുള്ള സമരം എന്ന് പറയുന്നത് കൂടിയാണ് ഭരണഘടനയെ നിലനിർത്തുന്നത്. ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താം, സമയം ഇല്ല.
ഈ മതത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ മതവിശ്വാസിയെ എതിരിടുക എന്ന് പറയുന്നതും മതങ്ങളെ എതിരിടുക എന്ന് പറയുന്നതും മതസ്ഥാപനങ്ങളെ എതിരിടുക എന്ന് പറയുന്നതും ഒക്കെ വളരെ സൂക്ഷ്മമായ ചില വേർതിരിവുകളുള്ള ഒരു സ്ഥാപനമാണ്. മതസ്ഥാപനവും മതവും ഒരു രീതിയിൽ ഒരു സമൂഹത്തിൽ ഇടപെടുന്നതിൻ്റെ അതിഭീകരമായ പ്രത്യാഘാതങ്ങളുള്ള ഒന്നാണ് ഇന്ത്യയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആത്യന്തികമായി ഇത് വേറൊരു തരത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെയും ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെയും വലിയ ഭീഷണികളിലൊന്ന് മതമാണ്. ഫാഷിസം മതത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല. ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുമ്പോൾ അത് ഹിന്ദുത്വയെയും ഇന്ത്യയുടെ ചരിത്രപരമായ ഘടനയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടമായൊരു സാമൂഹ്യ സംവിധാനത്തെയും അത് വളരെ കൃത്യമായി നിർമ്മിക്കുകയും അതിനെ വളരെ കൃത്യമായി തങ്ങൾക്ക് വേണ്ട രീതിയിൽ പുതുകാലത്തോട് പ്രതികരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ഹിന്ദുത്വ ഫാഷിസം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ പോലും കൃത്യമായ ജനാധിപത്യ വിരുദ്ധമായ മുതലാളിത്ത വ്യവസ്ഥയുടെ കോർപ്പറേറ്റ് സേവയുടെ വളരെ കൃത്യമായ ഒരു അജണ്ട കൂടി അവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ നടക്കാത്ത കാര്യമാണെങ്കിൽ നമ്മൾ വേണം ഒരു ഹൈപ്പത്തറ്റിക്കലായിട്ട് ചിന്തിച്ചു നോക്കുക. നാളെ തൊട്ട് മതവും ഇല്ല, ജാതിയുമില്ല. ഇപ്പോൾ ഈ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇതുപോലെ, ഈ പൊളിറ്റിക്കൽ ഇക്കോണമി ഇതുപോലെ തുടരും. അതൊരു നീതിയുടെ സാമൂഹ്യ വ്യവസ്ഥയല്ല, അല്ലേ? 70-80% വരുന്ന ഈ രാജ്യത്തിൻ്റെ സമ്പത്തും ഈ ലോകത്തിൻ്റെ സമ്പത്തും കേവലം 5-6% വരുന്ന മനുഷ്യരുടെ കയ്യിലുണ്ടാകുന്ന സമ്പദ് വ്യവസ്ഥയിൽ മതമില്ലെങ്കിലും അത് നീതിയുടെ സമ്പദ് വ്യവസ്ഥയില്ല. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയ വെല്ലുവിളികളിലൊന്നും മതമാണ്. അതുപോലെ തന്നെ അത് ഫാഷിസ്റ്റ് കോർപ്പറേറ്റിസ്റ്റ് കൂട്ടുകെട്ടാണ്. ഇപ്പോഴാണെങ്കിൽ അത് ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് മിലിറ്ററി സമുച്ചയമാക്കി മാറ്റുന്ന, സമൂഹത്തെ സൈനികവൽക്കരിക്കുക കൂടി ചെയ്യുന്ന ഒരു അജണ്ടയാണ്. അത് ഫാഷിസ്റ്റുകളുടെ വലിയ അജണ്ടയാണ്. മിലിറ്ററൈസ് ദ ഹിന്ദു ഡോം ആൻഡ് മിലിറ്ററൈസ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് സവർക്കർ തൊട്ടുള്ള അജണ്ടയാണ്. അതുകൊണ്ട് സമരങ്ങൾ എന്ന് പറയുന്നത്, ജനാധിപത്യത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ ജീനി കെട്ടിയ കുതിരയുടെ ഒറ്റ വഴിയിലുള്ള ഓട്ടമല്ല, അത് ബഹുധാരകളിലൂടെയുള്ള വെല്ലുവിളികളെ നേരിടുക കൂടിയാണ്. അത് വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ചരിത്രപരമായ വെല്ലുവിളികളെ നേരിടുക കൂടിയാണ്. അത് പ്രതീകാത്മകം മാത്രമല്ല, പ്രായോഗികം കൂടിയാണ്. സ്വതന്ത്രചിന്തകർ പറയുന്ന ആ ഒരു മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോൾ പ്രമോദ് സാർ പറഞ്ഞത്. അതായത് ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മതം. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ലോകം മുഴുവൻ തന്നെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സ്വതന്ത്ര ചിന്തയും മതേതരത്വവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതം തന്നെയാണ്. അത് പല രൂപത്തിൽ വരുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പ്രസംഗമൊക്കെ അടുത്ത ദിവസങ്ങളിലുണ്ടായി. ഒരു കാലത്ത് പറഞ്ഞിരുന്ന നവോത്ഥാനം ഞങ്ങൾ കൊണ്ടുവന്നെന്നാണ്. മതങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തിട്ട് നവോത്ഥാന മൂല്യങ്ങളും ജ്ഞാനോദയത്തിൻ്റെ മൂല്യങ്ങളും സമൂഹത്തിൽ പടർത്തി പുരോഗമനവും പരിഷ്കാരവും കൊണ്ടുവന്നു എന്ന് പറയുന്ന നേതാക്കൾ ഇപ്പോൾ നേരെ തിരിച്ചു പറയുകയാണ്. അവരെന്താണ് പറയുന്നത്? ഈ അടുത്ത മതവേദിയിൽ നിന്നുകൊണ്ട് ചില നേതാക്കൾ ഈ അടുത്ത ദിവസം പ്രസംഗിച്ചത് പാശ്ചാത്യ നവോത്ഥാനം മതങ്ങളുടെ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. നേരെ തിരിച്ചു പറയുന്നു. ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മുടെ മുദ്രാവാക്യത്തിന് പ്രസക്തിയേറുന്നത്. മതമില്ലാത്ത മതരഹിത ലോകം എന്ന് പറയുന്ന ഒരുപക്ഷെ ഉട്ടോപ്യൻ സങ്കല്പമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിച്ചിട്ടുണ്ടാവാം. പക്ഷെ മതം എത്ര ഭീകരമാണ്, മതം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സ്വാതന്ത്ര്യത്തിനും എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നു എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിലൂടെ തെളിയുന്നത്. പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ നിന്ന് ഇവിടെയാണ് നമ്മളുടെ യുക്തിവാദ പഠന കേന്ദ്രം പോലെയുള്ള ചാർവാകം പോലെയുള്ള ഈവൻറ്റുകൾക്കും ഇതുപോലെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കും എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ മതങ്ങളെ മാനസികമായിട്ട് തിരസ്കരിക്കുന്ന ഒരു സംസ്കാരം ഉള്ള ഒരു ചിന്താരീതിയുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരുന്നതായിരിക്കും നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്തകരുടെ ജോലിക്കും നമ്മുടെ ആശയങ്ങൾക്കും പ്രസക്തി ഓരോ നിമിഷവും ഏറി വരികയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ അഭിപ്രായം ക്വിക്കായിട്ട് വേണമെങ്കിൽ പറയാം. ഈ ഫാസിസം എന്നുള്ളത് കടന്നു വരുന്നതിന് മതം മാത്രം അതിൻ്റെ ഒരു രൂപത്തിലായിരിക്കില്ല. അത് പ്രമോദ് പുഴങ്കര പറഞ്ഞത് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടാണ് സംസാരിച്ചതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ കോർപ്പറേറ്റുകളുടെ മൂലധന ശക്തികൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ധനമൂലധന ശക്തികളുടെ കയ്യിലാണ് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുല്യതാ സമത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മതരാഷ്ട്രവാദം വരുന്നതിന് മുമ്പും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത ഭരണകൂടം തുടർന്ന് വരുന്ന സാമ്പത്തിക നയങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ട് കൊണ്ട്
ഈ കോർപ്പറേറ്റ് മൂലധന ശക്തികളുമായി സന്ധി ചെയ്തുകൊണ്ടാണ് മതം ഇന്ന് കൂടുതൽ നമ്മുടെ താങ്കളുടെ അഭിപ്രായം എടുക്കുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രമോദ് പുഴങ്കര ആണ് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ്. നമ്മളിവിടെ മതമാണ് പ്രശ്നം. നമുക്ക് ക്യാപിറ്റലിസം ആണോ സോഷ്യലിസം ആണോ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പോർ കൂടുതൽ നിന്നാണോ, അതല്ല നമ്മളുടെ വിഷയം ഇവിടെ. നമ്മുടെ മതം പിന്നെ മനുഷ്യ സമൂഹത്തിനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ഡിസ്കഷൻ പോയിന്റ്. അല്ല, അത് ഡിസ്കഷൻ എന്തായിരിക്കണമെന്ന് നിങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റൂ? ഇതാണോ ഡിസ്കഷൻ എന്ന് അങ്ങനെ പറയാൻ പറ്റൂ? ഡിസ്കഷൻ എന്ന വിഷയം തന്നെ നോ ഞാൻ പറയട്ടെ ഡിസ്കഷൻ്റെ വിഷയം എന്താ? ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന ഭരണഘടന എന്നാണ് ഡിസ്കഷൻ്റെ വിഷയം, അല്ലേ? ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന ഭരണഘടന എന്നുള്ളതാണ്. രണ്ട്, ഹിന്ദുത്വവൽക്കരണവും ഭരണഘടനയും. ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന ഭരണഘടന ആ വിഷയത്തിലല്ലേ ചർച്ച ചെയ്തത്. അല്ലാതെ അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയത്തിൻ്റെ നാനാവിധ വശങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ആ വിഷയത്തിൻ്റെ നാനാവിധ വശങ്ങളെക്കുറിച്ചാണ് ഇവിടെ ആളുകൾ സംസാരിച്ചത്. അപ്പോൾ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതാണ് പറയുന്നത്. അതിൽ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു മിനിമം ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചർച്ചയ്ക്കൊക്കെ വരുന്നത്. അത് ആവശ്യത്തിലേറെ വിനയം എനിക്ക് ആ കാര്യത്തിലില്ല. രണ്ട്, ഈ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന ഭരണഘടന എന്നുള്ള വിഷയം പറയുമ്പോൾ ഭരണഘടന ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന എന്താ ഹിന്ദുത്വവൽക്കരണം? അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. എന്താ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി? സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അത് ലോകത്തിലെ ഫാഷിസത്തിൻ്റെ ചരിത്രത്തെയും ഫാഷിസ്റ്റ് ഐഡിയോളജിയെയും ചേർത്ത് വെച്ചല്ലാതെ നമുക്ക് അതിനെ സമീപിക്കാൻ കഴിയില്ല. എന്താ ലോകത്തിലെ ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ ചരിത്രം? അത് യൂറോപ്പിലുണ്ടായിരുന്ന ചരിത്രത്തിൻ്റെയും യൂറോപ്പിലുണ്ടായിരുന്ന ഫാഷിസത്തിൻ്റെ ചരിത്രത്തിനെയും സമാനതകളുള്ള പോലെ തന്നെ ഇന്ത്യയിലെ സവിശേഷവും വ്യതിരിക്തവുമായ സാഹചര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുമുള്ള ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നീട്ടി പറയുകയല്ല, നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ യൂറോപ്പിൽ ഒരു 30-35 കൊല്ലത്തെ ലോക യുദ്ധങ്ങളുടെയും യൂറോപ്പിൻ്റെ 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അതിൻ്റെയുള്ള രാഷ്ട്രീയ സാംസ്കാരികമായ ഒരു പശ്ചാത്തലമൊക്കെ ഒരുന്നുണ്ടെങ്കിൽ പോലും അതിഭയങ്കരമായ ലോക കുഴപ്പങ്ങളുടെ കുഴമറിച്ചിലുകളുടെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് യൂറോപ്പിലെ ഫാഷിസത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ കാലഘട്ടത്തിലെ ആ യൂറോപ്പിലെ ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയാധികാരവും അതിൻ്റെ തകർച്ചയും ഉണ്ടാകുന്നത്. അത് വേണമെങ്കിൽ ഒരു അരനൂറ്റാണ്ട് കാലത്തെ അതിഭയങ്കരമായ ലോകകുഴപ്പങ്ങളുടെ ഇടയിലുള്ള വലിയൊരു രാഷ്ട്രീയ അധികാര പ്രക്രിയയാണ്. ഇന്ത്യയിലെ ഫാഷിസ്റ്റ് സംഘടനാ രൂപം, അതിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക രൂപം അതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഇന്ത്യയിലെ ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഘടനാപരമായ രാഷ്ട്രീയ രൂപം 1925 RSS ഉണ്ടായിട്ട് തുടങ്ങിയിട്ട് തന്നെ 100 കൊല്ലമായി. അപ്പോഴാണ് ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ആ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജി രാഷ്ട്രീയ അധികാരത്തിലെത്തുന്നത്. ലോകത്തിൽ തന്നെ സമാനതകളില്ലാത്ത വിധത്തിൽ ക്ഷമയോടുകൂടി നടത്തിയ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പരീക്ഷണമാണ് ഇന്ത്യയിലെ ഫാഷിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇക്കോണമിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും, ഇന്ത്യയിലെ സൂക്ഷ്മമായ രാഷ്ട്രീയ സാമൂഹ്യാധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും, യൂറോപ്പിലില്ലാത്ത തരത്തിലുള്ളൊരു ജാതി വ്യവസ്ഥയെക്കുറിച്ച്, വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം പറയുന്നത്. സമയം കുറയ്ക്കണമെന്ന് എനിക്ക് ഇത്രയേരം സംസാരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല. അപ്പം ഞാൻ പറഞ്ഞത് വിഷയത്തിൽ ഒതുങ്ങാതെ സംസാരിച്ചു എന്ന് പറയരുത്. വലിയ വിഷയങ്ങളാവുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള ധാരകൾ അതിനുണ്ടാവും. അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ജനാധിപത്യപരമായ ഉൾക്കാഴ്ചയും സന്നദ്ധതയും നമുക്കില്ലെങ്കിൽ പിന്നെ ഫാഷിസ്റ്റുകൾക്കുണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകൊണ്ട് ഇത് ഇവിടെ അവസാനിക്കും. ഇന്ത്യൻ ഭരണഘടന ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്നതിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച നയിച്ച മോഡറേറ്റർക്കും മറ്റ് പാനലിസ്റ്റുകൾക്കും നന്ദി. അവർക്ക് മെമൻറ്റോ സമർപ്പിക്കുന്നതിനായിട്ടുള്ള സമയമാണ് ഇപ്പോൾ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭന് മെമൻറ്റോ സമർപ്പിക്കുന്നു യുക്തിവാദ പഠന കേന്ദ്രം ചെയർമാൻ AC ജോർജ്. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കരയ്ക്ക് മെമൻറ്റോ സമർപ്പിക്കുന്നു യുക്തിവാദ പഠന കേന്ദ്രം സ്ഥാപക ചെയർമാൻ ബാബു GS.
അഡ്വക്കേറ്റ് KN അനിൽകുമാറിന് മെമൻറ്റോ നൽകാനായി യുക്തിവാദ പഠന കേന്ദ്രം സെക്രട്ടറി ഷാൻഡി ശിവനെ ക്ഷണിക്കുന്നു. ഷിബു ഈരിക്കലിന് മെമൻറ്റോ നൽകുവാൻ യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ S. ഗോപകുമാറിനെ ക്ഷണിക്കുന്നു. മോഡറേറ്റർ നാഗേഷ് ചാർവാകത്തിന് മെമൻറ്റോ നൽകുന്ന യുക്തിവാദ പഠന കേന്ദ്രം വൈസ് ചെയർമാൻ സുധീഷ് തോപ്പിൽ.